എല്ലാവർക്കും നമസ്കാരം. കോഴിക്കോട് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് മീഞ്ചറിൽ നടത്തുന്ന ഈ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിലേക്ക് ഇങ്ങനൊരു വിഷയം തിരഞ്ഞെടുത്തതിൽ അതിയായ സന്തോഷമുണ്ട്. കോഴിക്കോടിൻ്റെ പൈതൃക ചരിത്രം എന്ന് പറയുന്ന ഒരു വിഷയത്തെ കുറിച്ചുള്ള ചർച്ചയാണ് ഇവിടെ ഇപ്പോൾ നടക്കാനായിട്ട് പോകുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ പ്രിയ ഗുരുക്കന്മാരായിട്ടുള്ള രണ്ട് പേരോടൊപ്പമാണ് ഈ ചർച്ച മുന്നോട്ട് നീങ്ങുന്നത്. വസിഷ്ഠ മാഷും അതുപോലെ ശിവദാസ മാഷും. അബ്ദുൾ റസാഖ് സാറ് വേറൊരു സെഷനിലായതുകൊണ്ടാണ് അദ്ദേഹം ഇവിടെ ഇല്ലാത്തത്. എന്നാലും ചർച്ചയുടെ മധ്യത്തിൽ അദ്ദേഹം ചേരുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. അപ്പം നമ്മൾ ആരംഭിക്കുകയാണ്. ഓരോ കോഴിക്കോട്ടുകാരനും കേട്ടിരിക്കേണ്ട ഒരു ചർച്ച അല്ലെങ്കിൽ ഇടപെടേണ്ട ഒരു ചർച്ച എന്നുള്ള രീതിയിലാണ് ഈ ഒരു പ്രോഗ്രാമിനെ ഞാൻ നോക്കിക്കാണുന്നത്. നമുക്കറിയാം, ഒരുപക്ഷെ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഒരു നഗരചരിത്രം എഴുതപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് കോഴിക്കോടിൻ്റെതായിരിക്കും. കാരണം കോഴിക്കോടിൻ്റെ ചരിത്രം, പൈതൃകം എന്നിവയെ പ്രതിപാദിക്കുന്ന നിരവധി ഗ്രന്ഥങ്ങൾ ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട്. അതുകൂടാതെ പല ഗവേഷക സുഹൃത്തുക്കളും അധ്യാപകരും തയ്യാറാക്കിയ ധാരാളം ലേഖനങ്ങളും കോഴിക്കോടിൻ്റെതായിട്ട് നമ്മുടെ മുമ്പിലുണ്ട്. അങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ചരിത്ര പാരമ്പര്യമുള്ള ഒരു നഗരമാണ് കോഴിക്കോട്. പക്ഷെ എന്നിരുന്നാലും കോഴിക്കോടേക്ക് ഒരു വ്യക്തി കടന്നു വരുമ്പോൾ, ഒരു പുറത്തുനിന്നുള്ള ഒരു വ്യക്തി കടന്നു വരുന്ന സമയത്ത് നമുക്ക് അദ്ദേഹത്തിനെ കോഴിക്കോടിന്റെ ചരിത്രം വാക്കാൽ പറഞ്ഞ് ധരിപ്പിക്കാമെന്നല്ലാതെ മറ്റു നഗരങ്ങളിലുള്ള പോലെ അവരെ കൊണ്ടുപോയി കാണിക്കാൻ ഉതകുന്ന രീതിയിൽ ഒരു കാര്യവും കോഴിക്കോട് അവശേഷിക്കുന്നില്ല എന്നുള്ളതും കൂടി ഒരു വാസ്തവമാണ്. അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ഇത്രയധികം ചരിത്ര പാരമ്പര്യമുള്ള ഒരു നഗരത്തിന് ഒരു ഇംപ്രിൻസ് ഓഫ് ഹിസ്റ്ററി എന്ന് പറഞ്ഞ രീതിയിൽ നമ്മൾക്ക് കാണിക്കാനുള്ള കാര്യങ്ങൾ വളരെ പരിമിതമാണ്. അപ്പൊ ഈ ഒരു ചോദ്യത്തിലൂടെ തന്നെ ഞാൻ ആരംഭിക്കുകയാണ്. കോഴിക്കോടിന്റെ ചരിത്രം പലപ്പോഴും ആരംഭിക്കുമ്പോൾ നമ്മൾ സംസാരിച്ചു തുടങ്ങുന്നത് സാമൂതിരിയിൽ നിന്നാണ്. യഥാർത്ഥത്തിൽ ഒരുപക്ഷെ ഈ ചുറ്റുപാട് പോലും ആ ഒരു ചരിത്രത്തിന്റെ ഭാഗമാണ്. അപ്പൊ യഥാർത്ഥത്തിൽ കോഴിക്കോടിന്റെ ചരിത്രം അവിടെ നിന്നാണ് ആരംഭിക്കുന്നത്. അതിനു മുമ്പ് ഇവിടെ നടന്നിരുന്ന സെറ്റിൽമെന്റ്സ്, ഹാബിറ്റേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ എങ്ങനെയായിരുന്നു? സാമൂതിരിക്ക് മുമ്പ് പോർലാതിരി ഉണ്ടായിരുന്നു. പോർലാതിരിക്ക് മുമ്പ് ഇവിടെ എന്തായിരുന്നു? കോഴിക്കോടിന്റെ ആ പേരിന്റെ ഉത്ഭവം, ഇങ്ങനെ ഒത്തിരി ചോദ്യങ്ങൾ നമ്മളിങ്ങനെ പല കാലഘട്ടങ്ങളിലൂടെ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിലും പ്രൊഫസർ എൻ എം നമ്പൂതിരി മാഷിന്റെ ലേഖനങ്ങളിലൂടെയൊക്കെ നമ്മൾ ഇത് പലവട്ടം വായിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു കൃത്യമായ ഉത്തരം കിട്ടാത്ത നിരവധി ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. അപ്പൊ ആ ഒരു പശ്ചാത്തലത്തില് കോഴിക്കോടിന്റെ ചരിത്രം സാമൂതിരിയിൽ നിന്നാണോ ആരംഭിക്കുന്നത്, അതല്ല അതിനു മുമ്പ് എന്തായിരുന്നു എന്നുള്ളൊരു ചോദ്യത്തോടെ ഞാൻ വസിഷ്ഠ മാഷിനെ ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ആദ്യമായിട്ടൊരു സ്വകാര്യമായൊരു സന്തോഷം പങ്കുവെക്കുകയാണ്. ഞാൻ ഈ കോളേജിലാണ് പഠിച്ചത് 1984-89 കാലഘട്ടത്തിൽ. ഇപ്പം 37 വർഷങ്ങൾക്ക് ശേഷം ഈ കോളേജിൽ വന്നു എന്നല്ല, കോളേജിൽ നിരവധി തവണ വന്നിട്ടുണ്ട് അതിനുശേഷം. എങ്കിലും കോളേജിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ എനിക്ക് അവസരമുണ്ടാക്കിയ ആർട്സ് കോളേജ് ലിറ്റററി ഫെസ്റ്റിൻ്റെ എല്ലാ സംഘാടകരോടും എൻ്റെ നന്ദിയും കടപ്പാടും ആദ്യം അറിയിക്കുന്നു. ഇപ്പോൾ ഡോക്ടർ ഷിനോയ് പറഞ്ഞ ആദ്യത്തെ പോയിന്റ്, ഇതേ പോയിന്റ്, അതായത് കോഴിക്കോട്ട് വരുന്ന ഒരു സഞ്ചാരിക്ക്, ചരിത്ര കുതുകിയായ ഒരു സഞ്ചാരിക്ക് കാണാൻ ഇവിടെ ഒന്നുമില്ല എന്നുള്ള ഇതേ ഒരു വിഷയം 2001 ഒരു ടൈം മാഗസിൻ, ടൈം എന്ന് പറയുന്ന വിശ്വപ്രസിദ്ധമായ ഇംഗ്ലീഷ് മാഗസിൻ, അന്നൊരു കവർ സ്റ്റോറി ഉണ്ടായിരുന്നു, കോഴിക്കോടിനെ കുറിച്ചായിരുന്നു. അതിൽ അബാരിസിം ഘോഷ് എന്ന് പറയുന്ന ഒരു ജേർണലിസ്റ്റ് ഇതേ വിഷയം ഉന്നയിക്കുന്നുണ്ട്. കോഴിക്കോട് ചരിത്രം, ഭയങ്കരമായ ചരിത്രമുണ്ട്. മിഡീവൽ പീരീഡിലെ ഏറ്റവും വലിയ സമ്പന്നമായ ഒരു സിറ്റിയാണിത്. പക്ഷേ ഇവിടെ വരുന്ന ഒരാൾക്ക് അതൊന്നും കാണിക്കാനില്ലെന്ന്. അതിനെക്കുറിച്ച് ഡോക്ടർ MGS നാരായണൻ ദി സിറ്റി ഓഫ് ട്രൂത്തിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ അത് പറയുന്നുണ്ട്.
അപ്പോൾ ആ ഘോഷിൻ്റെ വാദത്തെ ഡോക്ടർ MGS തള്ളിക്കളയാണ്. ഇവിടെ ചരിത്രം ധാരാളമുണ്ട്, എവിടെ കുഴിച്ചാലും ചരിത്രം കിട്ടും, എവിടെ തൊട്ടാലും ചരിത്രമുണ്ട്, പക്ഷെ അതിന് നിങ്ങൾ ശ്രമിക്കണം എന്നാണ് ഡോക്ടർ MGS പറയുന്നത്. അപ്പോൾ കോഴിക്കോട്ട് ഇപ്പോൾ നിരവധി ഹിസ്റ്ററി ഹെറിറ്റേജ് വാക്കുകൾ നടക്കുന്നുണ്ട്, ധാരാളം നടക്കുന്നുണ്ട്. അതൊരു റെഗുലർ ഫീച്ചറായി മാറിക്കഴിഞ്ഞു. അതിലൂടെയൊക്കെ നമ്മുടെ ചരിത്രത്തിൻ്റെ വസ്തുതകൾ കുറേയൊക്കെ വീണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്, ഏറ്റവും ജനകീയ തലത്തിൽ. ഈ സാമൂതിരി, കോഴിക്കോടിൻ്റെ ചരിത്രം എപ്പോഴും പറയുമ്പോഴും സാമൂതിരിയുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് പറയാറുള്ളത്. സാമൂതിരിയുടെ കാലത്താണ് കോഴിക്കോട് മധ്യകാല ലോകത്തെ ഒരു വിശ്വപ്രസിദ്ധമായ ഒരു തുറമുഖ നഗരമായിട്ട്, കച്ചവട കേന്ദ്രമായി വളർന്നത് എന്നത് ചരിത്രപരമായ യാഥാർത്ഥ്യമാണ്. പക്ഷേ കോഴിക്കോട് സാമൂതിരിക്ക് മുമ്പ് തന്നെ കോഴിക്കോട് അധിവാസ കേന്ദ്രങ്ങളും ഉണ്ടായിരുന്നു എന്നതിന് നമുക്ക് ധാരാളം തെളിവുകളുണ്ട്. പുരാവസ്തുപരമായ തെളിവുകളുണ്ട്, ലിഖിതപരമായ തെളിവുകളുമുണ്ട്. കോഴിക്കോട് നഗരത്തിൻ്റെ പ്രാന്തപ്രദേശങ്ങളിൽ നിന്ന് നമുക്ക് മഹാശില സംസ്കാരങ്ങളുടെ തെളിവുകൾ ബ്രിട്ടീഷ് പീരീഡിൽ തന്നെ കണ്ടെടുത്തിട്ടുണ്ട്. ചേവായൂരിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഫറൂഖിലെ ആർക്കിയോളജിസ്റ്റ് അയ്യപ്പൻ്റെ നേതൃത്വത്തിൽ എക്സ്കവേഷൻസ് നടന്നിട്ടുണ്ട്. പിന്നെ കോഴിക്കോടിന് മുമ്പുള്ള, സാമൂതിരിക്ക് മുമ്പുള്ള കോഴിക്കോടുമായി ബന്ധപ്പെട്ട ചേര ലിഖിതങ്ങളുണ്ട്. അത് പന്ന്യങ്കര ശ്രീ ഭഗവതി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട 2 ലിഖിതങ്ങളുണ്ട്, തിരുവണ്ണൂർ ശിവക്ഷേത്രവുമായി ബന്ധപ്പെട്ട ലിഖിതമുണ്ട്. എനിക്ക് ഇതിൽ സുപ്രധാനമായി തോന്നുന്നത് തിരുവണ്ണൂർ ശിവക്ഷേത്രത്തിലെ ലിഖിതമാണ്, തിരുമണ്ണൂർ ലിഖിതം അല്ലെങ്കിൽ തിരുവണ്ണൂർ ലിഖിതം. തിരുവണ്ണൂർ ലിഖിതത്തിൻ്റെ കാലം 1044 CE അല്ലെങ്കിൽ 1044 AD ആണ്. അന്ന് ഈ തിരുവണ്ണൂർ ശാസനത്തിൽ രാമവളനാട് എന്നൊരു നാടിനെ കുറിച്ച് പറയുന്നു. രാമവളനാട് ചേര പീരീഡിൽ നമുക്ക് 11ഓളം നാടുകളെ കുറിച്ച് റെഫറൻസസ് ഉണ്ട്. കോലത്തുനാട് മുതൽ തെക്ക് ആയിനാട് വരെ 11ഓളം നാടുകൾ വിവിധ ചേര ഇൻസ്ക്രിപ്ഷൻസിലുണ്ട്. ഡോക്ടർ MGSൻ്റെ പെരുമാൾസ് ഓഫ് കേരളയിലെ ഓരോ നാടിനെ കുറിച്ചും വളരെ വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട്. അതിൽ രാമവളനാട് പരാമർശിക്കപ്പെടുന്ന ഏക ശാസനം ഈ തിരുവണ്ണൂർ ശാസനമാണ്. അപ്പോൾ ഈ തിരുവണ്ണൂർ ശാസനത്തിൽ പറയുന്ന നാടുവാഴി പാലിയത്ത് കണ്ണൻ കണ്ടൻ എന്ന അന്നത്തെ രാമവളനാടുമാണ് നാടുവാഴിയും കുറേ ആളുകളും ചേർന്ന് തിരുവണ്ണൂർ ക്ഷേത്രത്തിൻ്റെ ഭരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കുന്നു. അതാണ് ആ ശാസനത്തിൻ്റെ ഉള്ളടക്കം. ആ ശാസനത്തിലെ സൂചനകൾ പ്രകാരം രാമവളനാടിൻ്റെ സൈനിക ശക്തി 600 ചേരാ കാലഘട്ടത്തിൽ ഓരോ നാടിനും ഈ സൈനികങ്ങളുണ്ട്. അത് പലപ്പോഴും 100 സംഘങ്ങൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. 300, 500, 600, 700. അതിൽ 600 ഈ രാമവളനാടിൻ്റെ സൈനിക സംരക്ഷണ ചുമതലയുള്ളവർ. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് ഇത് വലിയൊരു നാടായിരുന്നു എന്നുള്ളതാണ്. ഈ രാമവളനാടിൻ്റെ എക്സാക്റ്റ് ബൗണ്ടറി മറ്റു നാടുകളെ പോലെ തന്നെ നമുക്കറിയില്ല. ഇത് രാമനാട്ടുകര, ഫറൂഖ്, കോഴിക്കോടൊക്കെ കൂടി ചേർന്നതാണ് രാമവളനാട് എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. ഈ രാമവളനാട് ചരിത്രത്തിൽ എപ്പോൾ രൂപം കൊണ്ടു, ചരിത്രത്തിൽ എപ്പോഴും അപ്രത്യക്ഷമായി എന്നത് ഇപ്പോഴും ഒരു ഉത്തരമില്ലാത്തൊരു സമസ്യയായി അവശേഷിക്കുന്നു. ഈ സാമൂതിരി അധികാരം എടുക്കുന്നത് പോളാതിരിയെ പരാജയപ്പെടുത്തിയിട്ടാണ്. കേരളോൽപ്പത്തിയിലൊക്കെ അതിനെപ്പറ്റി പരാമർശമുണ്ട്. രാമവളനാട് കഴിഞ്ഞിട്ട് പോളാതിരി എവിടെ നിന്നാണ് വന്നത്, അതിൻ്റെ ഒരു വിഭജനം, ബൈഫർക്കേഷന് ശേഷമാണോ പോളാതിരി വന്നതെന്നൊന്നും നമുക്ക് വ്യക്തമായിട്ട് ഉത്തരം പറയാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. അപ്പോൾ 1044 ഈ രാമവളനാട് നാടുവാഴിക്ക് ശേഷം വലിയ രാമവളനാടിനെ നമ്മൾ അറിയുന്നുമില്ല. പിന്നെ നമ്മൾ കാണുന്നത് 1102 അവസാനത്തെ ചേര ശാസനം, കൊല്ലം രാമേശ്വര ക്ഷേത്രത്തിലെ ശാസനത്തിൽ ഈ രാമകുലശേഖരൻ എന്ന് പറയുന്ന ചേര രാജാവ് കൊല്ലം ചോളന്മാരിൽ നിന്ന് തിരിച്ചു പിടിച്ചു. അതിനുശേഷം ഒരു സദസ്സ് വിളിച്ചു കൂട്ടി. അതിൽ ഈ ഏറനാട് നാടുവാഴിയായ നെടിയിരുപ്പ് സ്വരൂപത്തിലെ ഏറനാട് നാടുവാഴിയെ കുറിച്ച് പരാമർശമുണ്ട്. ഇതാണ് നമുക്ക് കോഴിക്കോടിൻ്റെ സാമൂതിരിക്ക് മുന്നിൽ കോഴിക്കോട് ഒരു മധ്യകാല ഒരു തുറമുഖ നഗരമായി വികസിക്കുന്നതിന് മുമ്പുള്ള പ്രധാനപ്പെട്ട സൂചകങ്ങൾ. അപ്പോൾ സാമൂതിരിയുടെ കാലത്തിന് മുമ്പ് തന്നെ ഈ തിരുവണ്ണൂർ ശാസനം സൂചിപ്പിക്കുന്നത് സാമൂതിരിയുടെ കാലത്തിന് മുമ്പ് തന്നെ ഇവിടെ ക്ഷേത്രങ്ങളുണ്ടായിരുന്നു, അധിവാസ കേന്ദ്രങ്ങളുണ്ടായിരുന്നു, ബ്രഹ്മസം, ദേവസ്വം, ഭൂമികളുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിൻ്റെ അവസാനത്തെ വരിയിൽ ഒരു അറുങ്കാടൻ തോട്ടത്തെക്കുറിച്ച് പറയുന്നുണ്ട്.
അറുങ്കാടൻ തോട്ടത്തിൻ്റെ ചുമതല അറുങ്കാടൻ തോട്ടവും 600 അവരെ ഏൽപ്പിച്ചു എന്നാണ് ശാസനത്തിൻ്റെ അവസാന ഭാഗത്ത് പറയുന്നത്. പിന്നീട് നമ്മൾ കോഴിക്കോടിനെ കുറിച്ച് പറയാവുന്ന ഒരു ആദ്യത്തെ സാമൂതിരിയുമായി ബന്ധപ്പെട്ട ഒരു ആദ്യത്തെ ആധികാരിക ചരിത്രരേഖ കോഴിക്കോട് കുറ്റിച്ചിറയിലെ മുച്ചുന്തി പള്ളിയിലെ മുച്ചുന്തി പള്ളി ശാസനമാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഡോക്ടർ ഷിനോയ് ഒരു വാട്സാപ്പ് സ്റ്റാറ്റസ് ഇട്ടത് കണ്ടു. അദ്ദേഹം കാനങ്ങാട് കോളേജിൽ പോയപ്പോൾ അവിടെ ഭാസ്കര രവിയുടെ പുള്ളൂർ കൊടവളം ഇൻസ്ക്രിപ്ഷൻ അതിൻ്റെ ഫുൾ ടെക്സ്റ്റ് അവിടെ പ്ലേസ് ചെയ്തിട്ട് അതിൻ്റെ അടുത്ത് നിന്നൊരു ഫോട്ടോ ഞാൻ കണ്ടു. 1920 പുള്ളൂർ കൊടവളം ശാസ്ത്രം ഭാസ്കര രവിയുടെ അവസാനത്തെ ചേരരാജാവ് ഭാസ്കര രവിയുടെ അവസാനത്തെ ശാസനങ്ങളിൽ ഒന്ന്. ഈ മുച്ചുന്തി ശാസനം മറ്റ് പല മറ്റ് ശാസനങ്ങളെ പോലെ തന്നെ ഡോക്ടർ MGS ആണ് അത് വായിച്ചത്. മുച്ചുന്തി ശാസനം ഇതേപോലെ ഞാൻ പറഞ്ഞു വരുന്നത് കോഴിക്കോടിൻ്റെ പിൽക്കാല ചരിത്ര രൂപീകരണത്തെ കുറിച്ചുള്ള ഒരു വ്യക്തമായ സൂചന നമുക്ക് മുച്ചുന്തി ശാസനത്തിൽ ലഭിക്കുന്നുണ്ട്. കാര്യം അത് പൂന്ത്രക്കോന്റെ നീട്ട് എന്ന പേരിലാണ് അത് ആരംഭിക്കുന്നത്. 32 വരികളുള്ള പല വരികൾ മിസ് ചെയ്തു പോയിട്ടുണ്ട്. അപ്പം 32 വരികളില്ല, വലിയ ഒരു ചെറിയ ശാസനം എന്ന് വേണം നമുക്കതിനെ പറയാം. പൂന്ത്രക്കോന്റെ നീട്ട്, പൂന്ത്രക്കോൻ എന്ന് പറയുന്നത് സാമൂതിരിയുടെ നീട്ട്, സാമൂതിരിയുടെ ഉത്തരവ്. സാമൂതിരി എന്താണ് ഉത്തരവിടുന്നത്? മുച്ചുന്തിയന്റെ പള്ളിയിലേക്ക് നൽകിയ ദാനങ്ങൾ രേഖപ്പെടുത്തുന്ന ഒരു ശാസനമാണ് മുച്ചുന്തി ശാസനം. 13-ാം നൂറ്റാണ്ടിൽ കുറ്റിച്ചിറയിലെ മുച്ചിയൻ നിർമ്മിച്ച മുച്ചുന്തി പള്ളിക്ക് സാമൂതിരി ദാനം നൽകുന്നു. അപ്പോൾ ഈ മുച്ചുന്തി ശാസനം വളരെ 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 പ്രസക്തമാണ്. കാര്യം കോഴിക്കോട് ഒരു തുറമുഖ നഗരമായി വികസിക്കുന്നു അല്ലെങ്കിൽ ഉയർന്നു വരുന്നു. അവിടുത്തെ വ്യാപാരികൾ മുസ്ലിമുകളാണ്. ആ വ്യാപാരികൾക്ക് സാമൂതിരി എല്ലാവിധത്തിലുള്ള സഹായങ്ങളും നൽകിയിരുന്നു. അവർക്ക് മതപരമായ അവകാശങ്ങൾ സാമൂതിരി അനുവദിച്ചു കൊടുത്തു. അങ്ങനെ നിരവധി സൂചനകൾ നമുക്ക് മുച്ചുന്തി പള്ളി ശാസനം വരുന്നു. പിന്നീട് അങ്ങോട്ട് സാമൂതിരിയുടെ ഉയർച്ചയിൽ വലിയൊരു പങ്ക് വഹിച്ചത് കോഴിക്കോട്ടെ പ്രാദേശിക മുസ്ലിമുകളും കോഴിക്കോട്ടെ ഉണ്ടായിരുന്ന അറബികളുമാണ്. അപ്പോൾ ഈ മുച്ചുന്തി പള്ളി ശാസനം കോഴിക്കോടിൻ്റെ ചരിത്ര നിർമ്മിതിയിലേക്കുള്ള ഒരു സുപ്രധാനമായ സൂചകമാണ്. അപ്പോൾ ഞാൻ പറയുന്നത് കോഴിക്കോട് ഇപ്പോൾ SK മുട്ടായി തെരുവ് തുടങ്ങുന്നിടത്ത് തെരുവിൻ്റെ കഥാകാരൻ SK പൊറ്റക്കാടിൻ്റെ വലിയൊരു സ്റ്റാച്യു ഉണ്ട്. അതേപോലെ നമ്മുടെ കോഴിക്കോട്ടുകാർക്ക് കാണാൻ പറ്റാവുന്ന രീതിയിൽ മുച്ചുന്തി പള്ളി ശാസനവും അതിൻ്റെ വിവരണവും അത് നമുക്ക് ഡോക്ടർ MGS നാരായണൻ അത് നൽകിയിട്ടുണ്ട്. അത് പ്ലേസ് ചെയ്യണം എന്നുള്ളതാണ്. കാര്യം കോഴിക്കോട് അറിയേണ്ട മലബാർ എന്ന് പറയുന്ന ബുക്കിലുണ്ട്, സിറ്റി ഓഫ് ട്രൂത്തിലുണ്ട്, പിന്നെ കോഴിക്കോടിൻ്റെ കഥയിലുണ്ട്. അങ്ങനെ നിരവധി സ്ഥലത്ത് ഈ ശാസനം വന്നിട്ടുണ്ട്. 32 വരികളിൽ തന്നെ കുറച്ച് വരികൾ മിസ്സിങ്ങുമാണ്. അപ്പോൾ കോഴിക്കോട് ദീർഘകാലം സാമൂതിരിയും മുസ്ലിമുകളും തമ്മിലുണ്ടായിരുന്ന രാഷ്ട്രീയ ശക്തികളും സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവരും തമ്മിലുണ്ടായിരുന്ന സുദീർഘമായ ദൃഢമായ ബന്ധത്തിലേക്ക് വെളിച്ചം വീശുന്നതാണ് ഈ മുച്ചുന്തി പള്ളി ശാസനം. പിന്നീട് നമ്മൾ കാണുന്നത് 14-15 നൂറ്റാണ്ടുകളിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കച്ചവടക്കാരും സഞ്ചാരികളും എത്തിച്ചേരുന്ന ഒരു കോസ്മോപൊളിറ്റൻ നഗരമായിട്ട്, ഒരു ബഹുസംസ്കാരങ്ങളുള്ള ഒരു നഗരമായിട്ട് കോഴിക്കോട് മാറുന്നു എന്നുള്ളതാണ്. അപ്പോൾ കോഴിക്കോടിൻ്റെ ഇന്ത്യയുടെ അടിസ്ഥാനപരമായ സവിശേഷത എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ത്യ ഒരു ബഹുസ്വര മതനിരപേക്ഷ സാംസ്കാരിക വൈവിധ്യമുള്ള ഒരു രാജ്യമാണ്. അതുതന്നെയാണ് കോഴിക്കോട്. അപ്പോൾ കോഴിക്കോടിൽ നിന്ന് ഡമാസ്കസിൽ നിന്നും ബാഗ്ദാദിൽ നിന്നും കെയ്റോയിൽ നിന്നും ട്രിപ്പോളിയിൽ നിന്നും മൊറോക്കോയിൽ നിന്നും കോൺസ്റ്റാന്റിനോപ്പിളിൽ നിന്നും വെനീസിൽ നിന്നും അലക്സാൻഡ്രിയയിൽ നിന്നും ഒക്കെയുള്ള ട്രേഡേഴ്സ് എത്തിച്ചേർന്നു. ഈ ഭാഗത്തു നിന്ന് വരികയാണെങ്കിൽ ചൈനയിൽ നിന്നുള്ള കച്ചവടക്കാരും. അപ്പം 14-15 നൂറ്റാണ്ടുകളിലെ നിരവധി കച്ചവട സംഘങ്ങൾ ഇവിടെ എത്തിച്ചേരുകയും ആ കച്ചവട സംഘങ്ങളിൽ ഉണ്ടായിരുന്ന ആളുകൾ കോഴിക്കോടിനെ കുറിച്ച് പറയുകയും ചെയ്യുന്നുണ്ട്. ഇതിന് ഉദാഹരണമാണ് 1406-നും 1433-നും ഇടയിൽ കേരളത്തിൽ 7 പ്രാവശ്യം എത്തിച്ചേർന്ന ചൈനീസ് നാവിക സംഘത്തിലെ ചെങ്ഹോയുടെ സംഘത്തിലെ മാഹുവാൻ്റെ വിവരണങ്ങൾ. അപ്പം കോഴിക്കോട് ഇപ്പോൾ നമുക്ക് പല റോഡുകൾക്ക് പല പേരുകളുണ്ട്. അതിൽ നമ്മളെ പഴയ കസ്റ്റംസ് റോഡ് ഇപ്പോൾ അറിയപ്പെടുന്നത്
അതിന് ആ റോഡിന് പുതിയൊരു പേര് നൽകിയിട്ടുണ്ട്. അഫനാസി നിക്കത്തീൻ റോഡ് എന്നൊരു പേര് നൽകിയിട്ടുണ്ട്. 15-ാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയിൽ വിജയനഗര രാജ്യത്ത് താമസിച്ച് കോഴിക്കോടിനെ കുറിച്ച് വളരെ കുറച്ച് മാത്രം എഴുതിയ ഒരു വിദേശ സഞ്ചാരിയാണ്, റഷ്യൻ സഞ്ചാരിയാണ് അഫനാസി നിക്കത്തീൻ. ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള സൗഹൃദ ബന്ധത്തിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് അദ്ദേഹം പലപ്പോഴും റെഫർ ചെയ്യപ്പെടുന്നത്. അപ്പം ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്, കോഴിക്കോട്ട് നിങ്ങൾ റോഡുകൾക്ക് പേരിടുമ്പോൾ നമ്മൾ ആദ്യം പരിഗണിക്കേണ്ടത് കോഴിക്കോടിൻ്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ സുപ്രധാനമായ പങ്ക് വഹിച്ച നിരവധി വ്യക്തിത്വങ്ങളാണ്, അവരെയാണ്. ഇനി നിങ്ങൾ ഏതെങ്കിലും ഒരു വിദേശ സഞ്ചാരിക്ക് പേരിടുന്നുണ്ടെങ്കിൽ ആദ്യം പേരിടേണ്ടത് ഇബിൻ ബാത്തൂത്ത എന്ന മൊറോക്കൻ ആഫ്രിക്കൻ അറബ് സഞ്ചാരിക്കാണ്. എന്നിട്ടാണ് നമ്മൾ പലപ്പോഴും ഈ കോഴിക്കോടിനെ കുറിച്ച് സുദീർഘമായി എഴുതിയ ഇബിൻ ബാത്തൂത്തയെ മറന്നുകൊണ്ട് നമുക്ക് അഫനാസി നിക്കത്തീന് റോഡിന് പേരിടുന്നത് അത്ര ഉചിതമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ വഴിമാറിപ്പോയി. കോഴിക്കോട് സാമൂതിരിക്ക് മുമ്പുള്ള കോഴിക്കോടിനെ കുറിച്ചാണ് പറയാൻ പറഞ്ഞത്, അങ്ങനെ ഞാൻ കടന്നു പോയതാണ്. അപ്പോൾ സാമൂതിരിക്ക് മുമ്പ് തന്നെ കോഴിക്കോട് ഇവിടെ അധിവാസ കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നു എന്നതിന് നമുക്ക് ധാരാളം തെളിവുകളുണ്ട്. സാമൂതിരിയുടെ കാലത്ത് 1341 പെരിയാറിലെ വെള്ളപ്പൊക്കത്തെ തുടർന്ന് കൊടുങ്ങല്ലൂർ ഉപയോഗശൂന്യമായൊരു നഗരമായി, തുറമുഖ നഗരമായി മാറുകയും തൽസ്ഥാനത്ത് ഉയർന്നു വന്ന, അല്ലെങ്കിൽ ആ കൊടുങ്ങല്ലൂരിൻ്റെ പഴയ പ്രാധാന്യത്തെ മറികടന്നുകൊണ്ട് ഉയർന്നു വന്ന 2 നഗരങ്ങളാണ് കോഴിക്കോടും കൊച്ചിയും. കൊച്ചിയുടെ ഉയർച്ച പിൽക്കാലത്താണ് ഉണ്ടാകുന്നതെങ്കിൽ കോഴിക്കോട് 15-14 നൂറ്റാണ്ടുകളിൽ തന്നെ കോഴിക്കോട് ഒരു പ്രധാന തുറമുഖ നഗരമായി മാറുന്നുണ്ട്. താങ്ക് യു വസീർ സർ. അപ്പം സാറ് പറഞ്ഞ പ്രകാരം കോഴിക്കോടിൻ്റെ ഒരു ചരിത്രം ആരംഭിക്കുന്നത് നമുക്കതിനെ കൃത്യമായി രേഖപ്പെടുത്താൻ ഒരു പീരീഡ് കറക്റ്റ് പറയാൻ പറ്റില്ല. അപ്പോൾ ഒരു പക്ഷേ സാറ് പറഞ്ഞതിനനുസരിച്ചിട്ട് 13-ാം നൂറ്റാണ്ടിലെ മുച്ചുന്തിപ്പള്ളി ശാസനങ്ങൾ, നമ്മൾ മണിപ്രവാള സാഹിത്യം അതുപോലെ സന്ദേശകാവ്യങ്ങൾ എടുത്തു നോക്കുന്ന സമയത്ത് 14-ാം നൂറ്റാണ്ടിൽ പ്രിപ്പയർ ചെയ്യപ്പെട്ട ഉണ്ണിനീലി സന്ദേശത്തിൽ കോഴിക്കോടിനെ കുറിച്ചുള്ള പരാമർശമുണ്ട്. കാരണം കൊല്ലം, അതുപോലെ തന്നെ കൂടെയുള്ള ചില പട്ടണങ്ങളെ കുറിച്ചുള്ള പരാമർശം വരുന്നുണ്ട് തൃപ്പാപ്പൂർ രാജാവിനോട് അതിലെ നായകൻ സംസാരിക്കുന്ന സമയത്ത്. എന്നാൽ അതേസമയം 13-ാം നൂറ്റാണ്ടിന് മധ്യത്തിൽ പ്രിപ്പയർ ചെയ്യപ്പെട്ട ഉണ്ണിയാച്ചി ചരിതം പോലുള്ള കൃതികളിൽ കോഴിക്കോടിനെ പരാമർശിച്ച് കാണുന്നില്ല. പക്ഷെ അതേ ആ കാലഘട്ടത്തിലുള്ള വലിയ പട്ടണങ്ങളായ ദ്വാരസമുദ്രം, അതുപോലെ കൊല്ലം, കൊടുങ്ങല്ലൂരിനെ കുറിച്ചൊക്കെ ചർച്ച കാണുന്നുണ്ട്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് കോഴിക്കോട് എന്ന് പറയുന്നത് ലാൻഡ് സ്പേസ് അല്ലെങ്കിൽ ഒരു സ്പേസ് അവിടെ നേരത്തെ ഉണ്ടെങ്കിലും അത് കോഴിക്കോട് എന്നുള്ള രീതിയിൽ ഉയർന്നു വരുന്നത് ഒരു പക്ഷേ വാണിജ്യപരമായിട്ട് ഈ ഒരു കാലഘട്ടത്തിലായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം കോഴിക്കോടിൻ്റെ ചരിത്രത്തിൽ ഇങ്ങനെ പല ഘട്ടങ്ങളായിട്ട് ഒരു കമ്പാർട്ട്മെന്റലൈസ് ചെയ്തപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ആദ്യം കാലഘട്ടം, പിന്നീട് ഒരു മധ്യകാലഘട്ടം, അതിനുശേഷം പിന്നീട് ബ്രിട്ടീഷ് പീരീഡ് വരുന്നതൊക്കെ ആയിട്ട് കാണാൻ പറ്റും. ഇപ്പൊ കോഴിക്കോടിന്റെ ചരിത്രത്തിൽ ഡിസ്കഷൻ ഏറ്റവും കൂടുതൽ വരുന്ന മറ്റൊരു ഭാഗം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യ സമര കാലഘട്ടവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. നമ്മൾക്കറിയാം, സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ കോഴിക്കോട് അതിന്റെ ഏറ്റവും വിപ്ലവാത്മകമായിട്ടുള്ള ഒരു ഭൂമികയായിട്ട് നിലകൊണ്ടിരുന്നു. അപ്പൊ ആ കാലത്തുള്ള കോഴിക്കോടിന്റെ ഒരു സമര പൈതൃകം എന്തായിരുന്നു എന്നുള്ളതിന് ശിവരാജ് മാഷോട് ഞാൻ ചോദിക്കാം. പ്രിയപ്പെട്ടവരെ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പല മാതൃകകൾ ഉണ്ടായി വരുന്നതിന് മുമ്പേ തന്നെ അതിൻ്റെയൊക്കെ തുടക്കമിടുന്നത് നമ്മുടെ കോഴിക്കോട് നഗരമാണ് എന്ന് ഏറെ പേർക്ക് അറിയുന്നുണ്ടാവില്ല. പലതിനും നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ രീതികൾ എന്ന് നാം പഠിക്കുന്നത് ഇപ്പോഴും നമ്മുടെ പാഠപുസ്തകങ്ങളിൽ പ്രവേശിച്ച് കാണുന്നില്ല. അതൊരു സാംസ്കാരിക മുന്നേറ്റമായിരുന്നു, അത് വെറും ഒരു രാഷ്ട്രീയ സമരമായിരുന്നില്ല, അതൊരു ജീവിതശൈലിയുടെ നിർമ്മാണം കൂടിയായിരുന്നു. വളരെ ആഴത്തിൽ വേരൂന്നിയ ഈ സാമ്രാജ്യത്വത്തെയും കോളനിവൽക്കരണത്തെയും ഇവിടെ നിന്ന് മാറ്റിയെടുക്കുന്നതിന് ഒരു ജീവിത പരിഷ്കരണ മുന്നേറ്റം തന്നെ ആവശ്യമാണ് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് ഈ കോഴിക്കോട്ടെ സ്വാതന്ത്ര്യ സമരം നാം പഠിക്കുമ്പോഴാണ്. നമ്മുടെ പാഠപുസ്തകങ്ങൾ ഇത്തരത്തിൽ ഇതിനെ ഒന്ന് ക്രമാനുഗതമായി വിവരിക്കുന്ന
ഒരു വിവരണം ഇതുവരെ വന്നിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ ഏതെങ്കിലും സംഭവങ്ങൾ പറഞ്ഞ് ഇങ്ങനെ പോകുക എന്ന് പറയുന്ന രീതിയാണുള്ളത്. 19-ാം നൂറ്റാണ്ടിലാണ് ചരിത്രം എന്ന് പറയുന്നത് രാഷ്ട്രീയം മാത്രമല്ല, അത് മനുഷ്യന്റെ ജീവിതത്തിലെ എല്ലാ സ്പന്ദനങ്ങളും പഠിക്കുക എന്നുള്ള രീതി ആവിഷ്കരിച്ചു വരുന്നത്. ബയോഗ്രഫി ആൻഡ് ഹിസ്റ്ററി എന്ന് പറയുന്ന പുസ്തകത്തിൽ ബാർബറ കെയ്ൻ പറയുന്ന പോലെ ചരിത്രം എന്ന് പറയുന്നത് രാഷ്ട്രീയ ജീവിതത്തിൽ മാത്രം, രാഷ്ട്രീയ സ്പന്ദനങ്ങൾ മാത്രം വിശദീകരിച്ചു പോകുന്നതല്ല, ഒരു മനുഷ്യന്റെ ജീവിതത്തെ എന്തെല്ലാം സ്വാധീനിക്കുന്നുണ്ടോ അതെല്ലാം ആ ചരിത്രത്തിന്റെ ഭാഗമാണ്. ഇങ്ങനെ വളരെ കോംപ്രിഹെൻസീവായി നാം ഈ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഈ കോഴിക്കോട് പ്രദേശത്ത് ജീവിച്ചിരുന്ന മനുഷ്യനെ പരിശോധിക്കുകയാണെങ്കിൽ അവിടെ ഊഹാപോഹങ്ങൾ, ജനക്കൂട്ടം, മെന്റാലിറ്റി, ആരോഗ്യം തുടങ്ങി സമസ്ത ഈവൻ ഭക്ഷണ സമ്പ്രദായത്തിൽ വരെ വേരൂന്നി നിൽക്കുന്ന ഒരു പ്രതിരോധ മുന്നേറ്റം നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ സ്വാതന്ത്ര്യ സമരം ബ്രിട്ടീഷുകാരെ ഇവിടെ നിന്ന് പുറത്താക്കൽ മാത്രമായിരുന്നില്ലല്ലോ, നമ്മുടെ മനസ്സിൽ അടിഞ്ഞുകൂടിയ അഴുക്കിനെ വേരോടെ പിഴുതെറിയുകയും ആധുനിക മനുഷ്യരാവുക എന്ന് പറയുന്ന ഒരു പ്രക്രിയ കൂടി അതിൽ നടന്നിട്ടുണ്ടല്ലോ. നമുക്ക് അത്തരത്തിൽ ഈ കോഴിക്കോട് എങ്ങനെയാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്ര പൈതൃകത്തിൽ വേറിട്ട ഒരു അധ്യായം അല്ലെങ്കിൽ അതിന്റെ അടിസ്ഥാന ഘടകങ്ങൾ സംഭാവന ചെയ്യാൻ പറ്റിയത് എന്ന് നമുക്കൊന്ന് നോക്കാം. അങ്ങനെ നോക്കുമ്പോൾ കേരളത്തിൽ തന്നെ നടന്നിട്ടുള്ള സ്വാതന്ത്ര്യ സമരത്തിന്റെ പലതിന്റെയും തുടക്കക്കാർ എന്ന് പറയുന്നത് കോഴിക്കോട്ടെ ജനങ്ങളായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ നോക്ക്, നമ്മൾ സ്വാതന്ത്ര്യ സമരം എപ്പോഴാണ് തുടങ്ങിയത് എന്ന് ചോദിച്ചാൽ അത് തർക്ക വിഷയമാണ്. തുടങ്ങിയത് 1857 അല്ല 1885 അതല്ല, അത് ജനകീയ സമരമായി 1920 ഒരു ജനകീയ മുന്നേറ്റം പ്രത്യക്ഷപ്പെട്ടപ്പോഴാണ് സ്വാതന്ത്ര്യ സമരമായത് എന്നൊക്കെ പലരും അഭിപ്രായം പറയുന്നുണ്ടാവും. എല്ലാറ്റിന്റെയും ഒരു അടിസ്ഥാന ഘടകം ഇവിടുത്തെ സാമ്രാജ്യത്വ വാഴ്ചയ്ക്ക് അന്ത്യം വരുത്തുക എന്നുള്ളതാണെങ്കിൽ അതിൽ ഏറ്റവും ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ പോരാട്ടം നയിച്ചതിൽ കോഴിക്കോട്ടുകാരുണ്ട് എന്നുള്ളത് അഭിമാനാർഹമായ ഒരു കാര്യമാണ്. 1571 ചാലിയത്ത് പോർച്ചുഗീസുകാർ അവരുടെ കോട്ട കെട്ടി കാണിച്ചിരുന്ന ക്രൂരതകൾ സഹിക്കവയ്യാതായപ്പോൾ സാമൂതിരിയും നാട്ടുകാരും സാധാരണ ജനങ്ങളും കയ്യിൽ കിട്ടിയ ആയുധങ്ങളുമായി കോട്ട വളയുകയും ചാലിയം കോട്ട തകർത്തെറിഞ്ഞ് പോർച്ചുഗീസുകാരെ ഇവിടെ നിന്ന് കൊച്ചിയിലേക്ക് ഓടിച്ചതിന്റെയും ഒക്കെ ചരിത്രം നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ 16-ാം നൂറ്റാണ്ട് തൊട്ടേ തുടങ്ങുകയാണ് ഈ സാമ്രാജ്യത്വ വാഴ്ചക്കെതിരെയുള്ള കോഴിക്കോട്ടെ ജനങ്ങളുടെ പ്രതിഷേധം. ആ പ്രതിഷേധത്തിന് ആ ഊക്കും ആ ശൗര്യവും നമുക്ക് 47 വരെയും തുടർന്ന് നമുക്ക് കാണാൻ പറ്റും. കാരണം ലോകത്ത് എവിടെയും ഇല്ലാത്ത മാതൃകകൾ പരിശോധിച്ചുകൊണ്ടാണ്, പരീക്ഷിച്ചുകൊണ്ടാണ് ബ്രിട്ടീഷുകാരെ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള ജാതി മത മുന്നോട്ടുള്ള പ്രയാണത്തെ വിഘാതപ്പെടുത്തുന്ന ഈ ചിന്തകളെ ഇല്ലാതാക്കാൻ അവർ ശ്രമിക്കുന്നത്. അതിന്റെ മികച്ച ഉദാഹരണങ്ങൾ ഇവിടെ മുന്നേറ്റങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അതൊന്ന് ക്രമാനുഗതമായി എന്താണ് കോഴിക്കോടിന്റെ സ്വാതന്ത്ര്യ സമര പൈതൃകം, അതിന്റെ മൈൽ സ്റ്റോൺസ് എന്താണ് എന്നുള്ളതാണ് ഞാൻ ഇവിടെ വരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് പറയാൻ വേണ്ടി എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന്, അറിവിൽ നിന്ന് ഞാനൊന്ന് ചികഞ്ഞെടുത്ത് നോക്കിയത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ തന്നെ ആദ്യമായി ഈ സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തിന് എതിരെ പട നയിച്ചത് ആര്, ജനങ്ങളെ ഇറക്കിയത് ആര് എന്ന് ചോദിച്ചാൽ നമ്മൾക്ക് ഈ 16-ാം നൂറ്റാണ്ടിൽ ആറ്റിങ്ങൽ കലാപത്തിന് മുൻപേ തന്നെ, കൊളച്ചൽ യുദ്ധത്തിന് മുമ്പേ തന്നെ ഈ ചാലിയത്ത് നടന്നിട്ടുള്ള പോരാട്ടമാണ് എന്ന് നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ രാജീവ് ഗാന്ധി വധിക്കപ്പെട്ട പെരുമ്പതൂരിൽ രാജീവ് ഗാന്ധി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട്. ആ സ്ഥാപനം ഒരു കാലത്ത് ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തെ കുറിച്ച് ചെറു പുസ്തകങ്ങൾ എഴുതാൻ തയ്യാറായി. അങ്ങനെയുള്ള ഒരു പരിശീലന കളരിയിൽ ഞാൻ ചെന്നപ്പോൾ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഈ തുടക്കത്തെ സംബന്ധിച്ച് ഒരു ചർച്ച തുടങ്ങിയപ്പോൾ അത് വടക്കേന്ത്യൻ ശൈലിയിൽ അന്ന് അവിടെ നിന്ന് വന്ന ആളുകൾ അത് അവതരിപ്പിക്കുകയും അതിനെതിരെ കലഹിച്ച് അതിനേക്കാൾ എത്രയോ കാലം മുമ്പ് തന്നെ ഈ പോർച്ചുഗീസ് യൂറോപ്യൻ മേധാവിത്വത്തിനെതിരെ പടപൊരുതിയ ഒരു പാരമ്പര്യമാണ് ഈ തീരപ്രദേശത്തെ തമിഴ്നാട്ടിലെയും കേരളത്തിലെയും ദക്ഷിണേന്ത്യയിലെയും ജനങ്ങൾക്കുള്ളത് എന്ന് പറഞ്ഞ് അത് സ്ഥാപിക്കപ്പെടുകയും അങ്ങനെ അത് ഒരു ആദ്യഘട്ടം പ്രസ്ഥാനങ്ങൾ എന്ന രീതിയിൽ കുഞ്ഞാലി മരക്കാർമാരുടെയും ചാലിയം കോട്ടയുടെയും കുളച്ചൽ യുദ്ധത്തിനെയും ഐതിഹാസികമായ സമരങ്ങളല്ലേ, നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. ബ്രിട്ടീഷുകാർ എവിടെയും തോൽപ്പിക്കപ്പെടില്ല എന്ന് വിശ്വസിച്ചിരുന്ന ആ ജനതയെ നമ്മുടെ ഇവിടെയുള്ള ആളുകൾ സംഘടിച്ച് ജനകീയ ശക്തി ഉപയോഗിച്ചുകൊണ്ട് തന്നെ പരാജയപ്പെടുത്തുക എന്ന് പറയുന്നത് നമ്മുടെ പാഠപുസ്തകങ്ങൾ വന്നിട്ടില്ലല്ലോ ഇത്. അപ്പൊ അത് ഊന്നി പറഞ്ഞുകൊണ്ടുള്ള ഒരു പുസ്തകം പരിചയമില്ലാത്തതുകൊണ്ട് ഈ വടക്കേ ഇന്ത്യക്കാർ ഇപ്പോഴും അത് തന്നെ പറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ പാരമ്പര്യം
അത് ഈ തുടക്കം മുതൽ തന്നെ ഈ മേധാവിത്വത്തിനെതിരെ നാം ശബ്ദിച്ചു, പോരാടി, കലഹിച്ചു എന്ന് പറയുന്നത് തന്നെയാണ്. അതിന് തുടക്കമിട്ടത് നമ്മുടെ കോഴിക്കോട്ടെ ജനതയാണ്. അതോ അവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ജാതിമത വ്യത്യാസമില്ലാതെ കുഞ്ഞാലിമരക്കാന്മാരുടെ അവരുമായി ബന്ധപ്പെട്ടവർ, സാമൂതിരി രാജാവ്, ചാലിയത്തെ നിവാസികൾ, അതിന്റെ ചരിത്രം നോക്കിയാൽ, കിട്ടാവുന്ന എവിഡൻസ് നോക്കിക്കഴിഞ്ഞാൽ പരപ്പനങ്ങാടി തൊട്ട് കോഴിക്കോട് നഗരത്തിനിടയിലുള്ള ആളുകളെല്ലാം ഒന്നിച്ച് കയ്യിൽ കിട്ടിയ ആയുധങ്ങളുമായി ചാലിയത്തേക്ക് പോവുകയും ആ ഒരു കോട്ട നിലംപരിശാക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് ജീവിതത്തിൽ അത്രത്തോളം ബുദ്ധിമുട്ടായി പോർച്ചുഗീസുകാരെ കൊണ്ട്. പെൺകുട്ടികളെ പിടിച്ചുകൊണ്ടുപോവുക, സ്വത്ത് കൈവശപ്പെടുത്തുക, എന്നിട്ട് കോട്ടയ്ക്കകത്ത് ഒളിക്കുക, അവിടെ നിന്ന് മാരകമായ ആയുധങ്ങൾ ഉപയോഗിച്ച് ഈ സാധാരണ ജനങ്ങളെ കൊല്ലുക. ഇത് സഹിക്കവയ്യാതായത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള പോരാട്ടം ഈ 16-ാം നൂറ്റാണ്ടിൽ ഇവിടുത്തെ ജനങ്ങൾ നടത്തുന്നത്. അന്നു മുതൽ തുടങ്ങി അവിടെ നിന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ പിന്നീട് പല ശക്തികൾ വന്നു, ബ്രിട്ടീഷുകാരുടെ ആധിപത്യം വന്നു. അപ്പോഴെല്ലാം ഈ പോരാട്ടത്തിന് വീര്യം അവർ തുടർന്നു വന്നിട്ടുണ്ടെന്നും കാണാൻ പറ്റും. 19-ാം നൂറ്റാണ്ടിലേക്ക് ഒന്ന് എടുത്തു നോക്ക്. 1850-കളിൽ കനോലി എന്ന് പറയുന്നത് ഒരു ജില്ലാ കളക്ടറാണ്. ആ ജില്ലാ കളക്ടർ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ ഒരു പ്രതീകമാണ്. അദ്ദേഹത്തെ വകവരുത്താൻ ഈ നഗരത്തിന്റെ ഉള്ളിലേക്ക് വളരെയധികം സജ്ജമായി നിന്ന കുറച്ചു പേർ ഇരച്ചു കയറുകയും അദ്ദേഹം താമസിക്കുന്ന ബംഗ്ലാവിൽ കയറി അദ്ദേഹത്തെ വകവരുത്തുകയും ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് അന്ന് ആലോചിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അത്തരത്തിലുള്ള ധീരമായ ഒരു കൃത്യം ചെയ്തുകൊണ്ട് ബ്രിട്ടീഷ് ഭരണകൂടത്തെ വിറപ്പിച്ച ഒരു ജനതയാണ് ഈ കോഴിക്കോട്ടുള്ളത്. അന്നത്തെ കോഴിക്കോടിന്റെ അവസ്ഥ നമ്മൾ ആലോചിച്ച് നോക്ക്. കനോലി വധിക്കപ്പെട്ടു. ആ നഗരത്തിൽ അന്നുണ്ടായത് എന്തായിരിക്കും? അപ്പൊ ഇത്തരത്തിൽ നമ്മൾ നഗരം എങ്ങനെയാണ് ഈ സാമ്രാജ്യത്തോട് പൊരുതിയതിനെ സംബന്ധിച്ച് സമഗ്രമായ പഠനം വേണം. അതിനൊക്കെ നമുക്ക് ധാരാളം സോഴ്സസ് ഉണ്ട്. പിന്നീടുള്ള സംഭവങ്ങളൊക്കെ പഠിക്കാൻ നമുക്ക് നിരവധി സോഴ്സുകളാണ്. ഇപ്പൊ ഫോർട്ട്നൈറ്റ്ലി റിപ്പോർട്ട്സ്, അതല്ലെങ്കിൽ CID റിപ്പോർട്ടുകൾ, അതൊക്കെ ഈ നഗരത്തിൽ ഇങ്ങനെ പോലീസ്, രഹസ്യ പോലീസ് കറങ്ങി ഓരോ പ്രദേശത്തും വാച്ച് ചെയ്ത് പത്രങ്ങൾ, നാട്ടുഭാഷാ പത്രങ്ങൾ പഠിച്ച് ഇതൊക്കെ മദ്രാസിലെ ഗവൺമെന്റിനും ലണ്ടനിലേക്കും അവർ അയക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ശേഖരിച്ചാൽ നമുക്ക് ഇതിനെയൊക്കെ വളരെ രസകരമായി, വളരെ പ്രധാനപ്പെട്ട മൂവ്മെന്റ് നടന്നതിനെ നമുക്ക് നന്നായിട്ട് ക്രോണിക്കിൾ ചെയ്യാൻ പറ്റും. അപ്പോഴാണ് നമുക്ക് ഇത് ഒരു ജീവിത ചലനമായി നമുക്ക് ഇതിനെ കാണാൻ പറ്റുക. യുദ്ധസമയത്ത്, പിൽക്കാലത്ത് ഗാന്ധിജി വന്ന സമയത്ത് ഇതൊക്കെ നമുക്ക് പഠിക്കാൻ നിരവധി തെളിവുകൾ ഇപ്പോഴും നമ്മളെ കാത്തിരിക്കുകയാണ് എന്ന് നമുക്ക് ഈ പുരാരേഖാലയങ്ങളിലും അതല്ലാത്ത സ്ഥലങ്ങളിലെയും തെളിവുകൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത്തരത്തിൽ നമുക്ക് ഈ ജനകീയ പ്രക്ഷോഭങ്ങൾ സംഘടിതമായി വരുന്നത് 19-ാം നൂറ്റാണ്ടിന്റെ 2-ാം ഘട്ടത്തിലാണ്. 1871-ലെ സെൻസസും അതിനോടനുബന്ധിച്ച് വന്ന ടൗൺ സെൻസസും ഒക്കെ, ടൗൺ ഇംപ്രൂവ്മെന്റ് ആക്ടുകളൊക്കെ വന്നപ്പോഴേക്കും ജനങ്ങൾക്ക് ഈ ഭരണസമിതികളിൽ നാമനിർദ്ദേശത്തിലൂടെയൊക്കെ പങ്കാളിത്തം കിട്ടി. കുറച്ചുകൂടിയൊക്കെ നഗരത്തിന്റെ സ്വഭാവം മാറി. പല സ്ഥലങ്ങളിലായി ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ ബ്രിട്ടീഷ് ഭരണകൂടത്തിനെതിരെയുള്ള ചെറിയ ചെറിയ മുന്നേറ്റങ്ങൾ നടക്കുന്നു. ഇതിന്റെയൊക്കെ ചർച്ചകൾ നാട്ടുഭാഷാ പത്രങ്ങളിൽ നമുക്ക് കാണാൻ പറ്റാം. ഇങ്ങനത്തെ നാട്ടുഭാഷാ പത്രങ്ങൾ നമ്മുടെ ഒരു പ്രതിരോധ ആയുധമായിരുന്നു. കേരള സഞ്ചാരിയും അതേപോലെ തന്നെ കേരള പഞ്ചിക തുടങ്ങിയിട്ടുള്ള പത്രങ്ങളൊക്കെ കോഴിക്കോട് നിന്നാണ് ആരംഭിക്കുന്നത്. അതൊക്കെ അന്നത്തെ ഒരു ചില നിബന്ധനകൾ ഉണ്ടെങ്കിൽ പോലും അതിൽ നിന്നുകൊണ്ട് അവര് ഈ സ്വാതന്ത്ര്യ സമര ആശയങ്ങൾ നമ്മോട് പറഞ്ഞു തരുന്നത് കാണാൻ പറ്റും. ആ പത്രങ്ങളിലൊക്കെ വാർത്തകൾ, പത്രങ്ങളൊക്കെ നമുക്കിപ്പോ കിട്ടാനില്ല, പക്ഷെ പത്രങ്ങളിൽ ഉണ്ടായിരുന്ന വാർത്തകളുടെ സംഗ്രഹം നമുക്ക് ഫോർട്ട്നൈറ്റ്ലി റിപ്പോർട്ട്സിൽ നമുക്ക് മദ്രാസിലെ ആർക്കൈവ്സിൽ നിന്ന് കിട്ടും. അപ്പൊ ഈ നഗരത്തിൽ നിന്നുള്ള റിപ്പോർട്ടുകളാണ് പ്രധാനമായിട്ട് പോകുന്നത്. ഇവിടെ വന്നു ചേരുന്ന ആളുകൾ, അവർക്ക് കിട്ടുന്ന ആശയങ്ങൾ, ആ ആശയങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത് ഒക്കെ ഇതിൽ നിന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റുന്നുണ്ട്. 19-ാം നൂറ്റാണ്ട് വളരെ വളരെ പ്രധാനപ്പെട്ടാണ്, പ്രത്യേകിച്ചും ഇതിന്റെ അവസാന ദശകങ്ങൾ. ആഫ്രിക്കയിൽ ബോവർ യുദ്ധം വന്നു. ബോവർ യുദ്ധം യൂറോപ്യൻ മേധാവിത്വത്തെ ചോദ്യം ചെയ്തു. സ്വാഭാവികമായിട്ടും ജനങ്ങൾ സംഘടിക്കാൻ തുടങ്ങി. ഈ ജനങ്ങൾ സംഘടിച്ചു കഴിഞ്ഞാൽ അത് യൂറോപ്യൻ മുതലാളിത്തത്തെ സ്വാധീനിക്കുമെന്ന് മനസ്സിലായി. സ്വാഭാവികമായിട്ടും യൂറോപ്യൻ മുതലാളിത്തവും ബ്രിട്ടീഷ് ഗവൺമെന്റും ചേർന്നുകൊണ്ട് പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. അതിന്റെ ഭാഗമായി അവർ ഈ കൊളോണിയൽ നിക്ഷേപ ശക്തികൾ, പലതരത്തിലുള്ള ഏജന്റുമാരെ, നമ്മുടെ പല തരത്തിലുള്ള സംഘടനാ പ്രവർത്തകരെ അവർ ഈ നഗരങ്ങളിലും അതുപോലെ തന്നെ ജനങ്ങൾ സംഘടിക്കുന്ന സ്ഥലങ്ങളിലേക്കും അവർ വിന്യസിക്കുന്നുണ്ട്. അത് അവരുടെ ഒരു പ്രതിരോധ പ്രവർത്തനമാണ്. അവർ വെറുതെ ഇരുന്നില്ല. കാരണം നമ്മുടെ നിക്ഷേപങ്ങളെ ബാധിക്കുന്ന തരത്തിൽ ജനങ്ങളുടെ മുന്നേറ്റം ഉണ്ടായാൽ അത് ഇന്ത്യയിൽ അവരുടെ നിക്ഷേപങ്ങളെ ബാധിക്കും എന്നുള്ളത് കൊണ്ട് ഗവൺമെന്റ് മാത്രമല്ല മുതലാളിത്തവും അവരുടെ പ്രതിരോധം അവർ നടത്തുന്നത് കാണാൻ പറ്റും. ഇത്തരത്തിലുള്ള ഈ അവസ്ഥയിലാണ് കോഴിക്കോട് അടക്കമുള്ള നഗരങ്ങളിലെല്ലാം രഹസ്യ സംഘങ്ങൾ സജീവമാവുന്നത്. ഇതിനെ നമ്മൾ മാസണിക് ഓർഡേഴ്സ് എന്നാണ് പറയുക.
ഭാഗികമായി രഹസ്യമായത് മുഴുവൻ രഹസ്യമായിട്ടുള്ള ചെറു സംഘങ്ങൾ നമ്മുടെ നഗരങ്ങളിലെല്ലാം സജീവമാണ്. അവരൊക്കെ രൂപീകരിക്കുന്നതിനെയാണ് അവരുടെ സംഘത്തെയാണ് നമ്മൾ ക്ലബ്ബുകൾ എന്ന് വിളിക്കുന്നത്. ചിലപ്പോൾ അതിനെ ഇന്നർ വീൽ എന്ന് വിളിക്കും, ചിലപ്പോൾ മാസണറി ഓർഡേഴ്സ് എന്നാണ് വിളിക്കുക. അതിൽ എല്ലാം നമുക്ക് പരസ്യമായി കാണില്ല, ചിലതൊക്കെ വളരെ രഹസ്യമായിരിക്കും. ഇപ്പൊ ഇവരെന്താണ് ചെയ്യുന്നത്? അത് യൂറോപ്യന്മാരാണ് അധികവും. ക്രമേണ മുതലാളിമാരായിട്ട് നമ്മുടെ സദ്ദേശരെയും അതിലെ അംഗങ്ങളാക്കി മാറ്റാൻ തുടങ്ങി. അതിന്റെ ഉള്ളിലുള്ള റിപ്പോർട്ടുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഈ സാധാരണ ജനങ്ങളെ എങ്ങനെയാണ് മെയിൻ സ്ട്രീമിൽ നിന്ന് മാറ്റി നിർത്തേണ്ടത്, എങ്ങനെയാണ് ആളുകളെ നിശബ്ദരാക്കേണ്ടത്, അതിന് നാം എന്താണ് ചെയ്യുന്നത്? ഗവൺമെന്റ് മാത്രം ചെയ്യാൻ പറ്റില്ല. ബോവർ യുദ്ധം ഒരു വളരെ സൂചനയാണ്. കാരണം ആഫ്രിക്കയിൽ നിന്ന് ബ്രിട്ടീഷുകാർക്ക് ഇട്ടോടേണ്ടി വന്ന, യൂറോപ്യന്മാർക്ക് ഇട്ടോടേണ്ടി വന്ന ഒരു അവസ്ഥ ഉണ്ടായി. അതുകൊണ്ട് 1900 ശേഷം ഇന്ത്യയിലെ സാമ്രാജ്യത്വത്തിന്റെ ഇടപെടൽ വളരെ ശക്തമായി മാറുന്നുണ്ട്. ഇതിന്റെയൊക്കെ സൂചനകൾ നമുക്ക് ഈ നഗരത്തിലെ ജീവിതത്തിൽ നിന്ന് കിട്ടും. ഇപ്പൊ നമുക്ക് നഗരത്തിൽ ഉണ്ടായിരുന്ന ക്ലബ്ബുകളുടെയൊക്കെ ചരിത്രം എടുത്തു നോക്കിയാൽ നമുക്കത് മനസ്സിലാവും. മലബാറിൽ വലിയൊരു പോരാട്ടം നടക്കുന്ന സമയത്ത് അതിനെക്കുറിച്ച് സൂചന നൽകുന്നത് YMCA റിപ്പോർട്ടുകളാണ്. YMCA അന്ന് നഗരത്തിൽ സജീവമാണ്. ഇപ്പൊ YMCA അംഗങ്ങളെല്ലാം യൂറോപ്യന്മാരായിട്ടുള്ള പുരുഷന്മാരും സ്ത്രീകളുമാണ്. അവർ ഭയചകിതരാവുന്നുണ്ട്, കാരണം അവരുടെ നിക്ഷേപങ്ങളൊക്കെ അപകടത്തിലാവുകയാണ്. അപ്പൊ അവരുടെ റിപ്പോർട്ടുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിൽ കാണാൻ പറ്റും നമുക്ക് എങ്ങനെയാണ് ഇതിനെ നേരിടാൻ പറ്റുക. ഈ പണമെല്ലാം നഷ്ടപ്പെട്ടു പോയില്ലേ? അവർ ഒരു കാലത്തും ഇന്ത്യ വിട്ടുപോകേണ്ടി വരുമെന്ന് അവർ ആലോചിച്ചിട്ടില്ല. അപ്പോഴാണ് ഇത്തരത്തിലുള്ള ഈ സംഭവങ്ങൾ അല്ലെങ്കിൽ എതിർപ്പുകൾ നമ്മുടെ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും നടക്കുന്നത് എന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും. അതുകൊണ്ട് 1890-കൾ നാം സൂക്ഷ്മമായിട്ട് പഠിക്കണം. അത് പഠിക്കുമ്പോഴാണ് നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ വേരുട്ടം താഴോട്ട് പതുക്കെ പതുക്കെ വരുന്നത് നമുക്ക് കണ്ടെത്താൻ പറ്റുക. പിന്നീട് 20-ാം നൂറ്റാണ്ട് തുടങ്ങുമ്പോഴേക്കും കുറച്ചുകൂടി ഇതിന് ശക്തി വർദ്ധിച്ചു വരികയും വടക്കേ ഇന്ത്യയിൽ നടക്കുന്ന സംഭവവികാസങ്ങളുടെ അലയൊലികൾ പത്രങ്ങളിൽ കൂടിയും ട്രെയിനിൽ കൂടിയും, നമുക്ക് കോഴിക്കോടിനെ ഇന്ത്യയുടെ ഇതര ഭാഗങ്ങളുമായിട്ട് ഞരമ്പുകൾ ബന്ധിപ്പിക്കുന്ന പോലെ നമ്മുടെ ട്രെയിൻ വന്നു. അതൊരു വെറുതെ ഒരു മെഷീന്റെ വരവല്ല. ആ മെഷീൻ നമ്മളെ ഇന്ത്യയുടെ ഹൃദയഭാഗവുമായി ബന്ധിപ്പിക്കുകയാണ്. പോയി വരുന്ന ആളുകൾ തിരിച്ചു കൊണ്ടുവരുന്ന സന്ദേശങ്ങൾ, ആശയങ്ങൾ, അവിടുത്തെ വാർത്തകൾ, ഇത് സാധാരണ ജനങ്ങളെ ധാരാളമായിട്ട് ബാധിക്കാൻ തുടങ്ങി. ഇത് അവരുടെ ഗൃഹസദസ്സുകളിലേക്ക് എത്തിച്ചു. യുവാക്കളിൽ മാറ്റം ഉണ്ടാകാൻ തുടങ്ങി. അതിന്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷന് തൊട്ട് മുമ്പിൽ അനിഹാൾ എന്ന് പറയുന്ന റോഡുണ്ട്. ആ റോഡിൽ തിയോസഫിക്കൽ സൊസൈറ്റി എന്ന് പറയുന്ന ഒരു സംഘടനയുടെ ഓഫീസ്, പഴയ ഓഫീസ് ഇപ്പോഴും നമുക്ക് കാണാൻ പറ്റും. എന്താണ് ഈ തിയോസഫിക്കൽ സൊസൈറ്റി? അവരെന്തിനാണ് ഇന്ത്യയിലേക്ക് വന്നത്? അവരെന്താണ് ബോംബെയിൽ നിന്ന് അടയാറിലേക്ക് താമസം മാറ്റിയത്? വാട്ട് ദേ വെർ ഡൂയിങ് ഇൻ ഇന്ത്യ? അവരെന്താണ് ഇന്ത്യയിൽ ചെയ്തിരുന്നത്? അവിടെ നമുക്ക് കാണാൻ പറ്റും ആ സംഘടന ചെയ്തിരുന്നത് ഇന്ത്യയിലെ ഭൂപ്രഭുത്വത്തെയും മുതലാളിത്തത്തെയും കണ്ണി ചേർക്കുകയാണ്. അതായത് സാമ്രാജ്യത്വ നിക്ഷേപങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഈ സ്പിരിച്വലിസം എന്ന് പറയുന്ന ആശയം ഉപയോഗിച്ചുകൊണ്ട് ബ്രിട്ടീഷ് ഭരണത്തിനെ അരക്കിട്ടുറപ്പിക്കുക എന്ന് പറയുന്ന ഒരു ദൗത്യമാണ് അവർ ഏറ്റെടുക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ മനുഷ്യന് ജന്മവും പുനർജന്മവും ഉള്ളതുപോലെ രാഷ്ട്രങ്ങൾക്കും ജന്മവും പുനർജന്മവും ഉണ്ട്. ഇന്ത്യ എന്ന് പറയുന്ന മഹത്തായ രാജ്യം ഒരു കാലഘട്ടത്തിൽ ലോക പ്രശസ്തമായിരുന്നു. അതിനെ മധ്യകാലത്തെ മുസ്ലിം ഭരണം ഇകഴ്ത്തി ഇല്ലാതാക്കി. അതുകൊണ്ട് ഇന്ത്യയെ പുനർജനിപ്പിക്കുന്നതിന് വേണ്ടി ദൈവം ഇന്ത്യയിലേക്ക് പറഞ്ഞുവിട്ടവരാണ് ബ്രിട്ടീഷുകാർ എന്ന ഒരു ആത്മീയ ആദർശം അവർ പ്രചരിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്ത്യയെ പുനർജനിപ്പിക്കാൻ വേണ്ടി മനുഷ്യന് പുനർജന്മം ഉള്ളതുപോലെ ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രത്തെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള, കോടാനുകോടി വർഷം പഴക്കമുള്ള ഒരു രാഷ്ട്രത്തെ പുനർജീവിപ്പിക്കാൻ വേണ്ടി ദൈവം പറഞ്ഞു വിട്ടവരാണ് ബ്രിട്ടീഷുകാർ. ആ ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോയാൽ പഴയ മുസ്ലിം കാലഘട്ടത്തിലേക്ക് നാം തിരിച്ചു പോകുന്നത് പോലെയാവും, അധർമ്മം വിളയാടും. അതുകൊണ്ട് ബ്രിട്ടീഷ് ഭരണത്തെ സംരക്ഷിക്കേണ്ടത് ഈ നാട്ടിലെ ഭൂപ്രഭുക്കന്മാരുടെയും മുതലാളിത്തത്തിന്റെയും കൂടി കടമയാണ് എന്നാണ് അവർ അവരുടെ സ്പിരിച്വലിസ്റ്റിലൂടെ പറഞ്ഞു വെക്കുന്നത്. ഇത്തരത്തിലുള്ള ഈ മാസണിക് ഓർഡേഴ്സിനെ നമ്മൾ പഠിക്കണം. അവരെയൊക്കെ നേരിട്ട് റിപ്പോർട്ട് എടുത്ത് കോപ്പി ചെയ്താൽ പോരാ, ബിറ്റ്വീൻ ദ ലൈൻസ്, അതിന് പിന്നാമ്പുറം എന്താണ് എന്ന് നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പോഴാണ് നമുക്ക് ഇതിന്റെ മാറ്റം മനസ്സിലാവും. അത് നിങ്ങൾക്ക് ഞാൻ ഈ പറയാൻ പോകുന്ന പോയിന്റുകളിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. യുദ്ധം തുടങ്ങി. യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് വലിയ ആഘാതം ഏൽപ്പിച്ചു. ബ്രിട്ടീഷുകാർ പറയാണ് ഞങ്ങളാണ് ഈ ലോകത്തിലെ ഒന്നാം ശക്തി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ആ യുദ്ധത്തിൽ പങ്കെടുക്കാൻ പോയ കോഴിക്കോട്ടുകാരായിട്ടുള്ള ധാരാളം പട്ടാളക്കാർ തിരിച്ചു വരുന്നത് ബ്രിട്ടൻ ലോകത്തിലും ഒന്നും അല്ലാതായി തീർന്നിരിക്കുന്നു. അതിന്റെ സ്ഥാനത്തേക്ക് ജപ്പാനും അമേരിക്കയും ഒക്കെ മുമ്പിലേക്ക് വന്നിരിക്കുന്നു. ബ്രിട്ടൻ പല സ്ഥലങ്ങളിൽ പരാജയപ്പെടുകയാണ്. ഇപ്പോൾ അവർ നന്നായി പഴുത്തിരിക്കുകയാണ്. ഇപ്പോൾ നാം അടിച്ചാൽ നമ്മൾക്ക് ബ്രിട്ടീഷ് ഭരണത്തെ അവസാനിപ്പിക്കാം. ഈ ഒരു മെന്റാലിറ്റി
മലബാറിൽ ആകമാനം പടരുന്നുണ്ട് കോഴിക്കോട് നിന്ന്. അപ്പൊ നമുക്ക് കോഴിക്കോട് വന്നെത്തുന്ന സിനിമാ പ്രവർത്തകര്, നാടക സംഘങ്ങള്, സംഗീത നാടക കമ്പനികള്, അവരൊന്നും വെറുതെ അല്ല ഈ മൈതാനത്തിൽ ഇത് കളിക്കുന്നത്. അതിലൊക്കെ ചെറിയ ചെറിയ സന്ദേശങ്ങളുണ്ട്. ആ സന്ദേശങ്ങളിൽ ഇവിടെ നഗരത്തിലേക്ക് വന്നെത്തുന്ന ആളുകൾ അവരുടെ നാട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ ഈ സന്ദേശവും കൊണ്ടാണ് അവർ തിരിച്ചു പോകുന്നത്. ഒരു ഉദാഹരണം പറയാം. ഒരു 1857 കലാപത്തെ കുറിച്ച് ഒരു അമേരിക്കൻ കമ്പനി ഒരു സിനിമ ഇറക്കി. ആ സിനിമയുടെ പേര് ദ ഡ്രംസ് ഓഫ് ഔദ് എന്നാണ്. ഔദിലെ ചെണ്ട. ഈ ഡ്രംസ് ഓഫ് ഔദിൽ പറയുന്നത് 1857 കലാപത്തിന്റെ സമയത്ത് ഔദ് പട്ടണത്തിൽ അകപ്പെട്ടു പോയ ഒരു ബ്രിട്ടീഷ് കുടുംബത്തെ കുറിച്ചാണ്. ആ സിനിമ എല്ലാ നഗരങ്ങളിലും കാശ് വാരിക്കൂട്ടി അത് ഓടിക്കൊണ്ടിരിക്കുകയാണ്. കോഴിക്കോടും ആ സിനിമ അവതരിപ്പിച്ചു. അപ്പൊ നഗരം കാണാൻ വന്ന ആവശ്യത്തിന് വരുന്ന ആളുകൾ ഈ സിനിമ കാണുന്നു, അവർ തിരിച്ചു പോകുന്നു. തിരിച്ചു പോകുമ്പോൾ അവരുടെ മനസ്സിലുള്ള ഒരു മെന്റാലിറ്റി എന്താണെന്ന് അറിയാമോ? ആ സിനിമയിൽ ബ്രിട്ടീഷ് കുടുംബം പേടിച്ചരണ്ട് ഒരു മൂലയിൽ ഈ ഡ്രമ്മിന്റെ ഡൂം ഡൂം ശബ്ദം കേൾക്കുമ്പോൾ ഈ നഗരത്തിന്റെ തെരുവുകളിൽ കൂടി ശിപ്പായിമാർ ഈ ചെണ്ട അടിച്ചിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ ഈ ചെണ്ടയുടെ ശബ്ദം കേൾക്കുമ്പോൾ അവർ പേടിച്ച് അവർ നിലവിളിക്കുന്നതാണ് ഈ സിനിമയിലെ പ്രമേയം. ഇപ്പൊ ബ്രിട്ടീഷുകാർ ഇത്രയും പേടിത്തൊണ്ടന്മാരാണ് എന്നൊരു വികാരമാണ് കാണികളിൽ ഇതുണ്ടാക്കുന്നത്. ഉടനെ തന്നെ ഈ മലബാറിലെ കളക്ടർ ഇടപെടുകയും ആ സിനിമ കോഴിക്കോട് നിരോധിക്കുകയും ചെയ്തു. അത് പ്രദർശിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് അമേരിക്കൻ കമ്പനി പണം ഉണ്ടാക്കാൻ ചെയ്യുന്നു. അവർക്ക് സാമ്രാജ്യത്വമല്ല, അവർക്ക് പണം ഉണ്ടാക്കലാണ്. ബ്രിട്ടീഷ് ഗവൺമെന്റിന് അധികാരമുള്ള എല്ലാ സ്ഥലങ്ങളിലും അമേരിക്കക്കാർക്ക് സ്വാതന്ത്ര്യമുണ്ട്. അമേരിക്കൻ ക്യാപിറ്റലാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. ഇതൊക്കെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമാണ്. സാധാരണക്കാരൻ എങ്ങനെയാണ് ഈ സാമ്രാജ്യത്തെ തിരിച്ചറിയുന്നത് എന്ന് പഠിക്കാൻ ഇത്തരത്തിലുള്ള സംഭവങ്ങളുടെ റിപ്പോർട്ടുകളൊക്കെ നമുക്ക് ആവശ്യമാണ്. അപ്പൊ നമുക്ക് കണക്ട് ചെയ്തുകൊണ്ട് തന്നെ 19ാം നൂറ്റാണ്ടിലൂടെ എങ്ങനെയാണ് ലോകത്തിന് തന്നെ മാതൃകയായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യ സമര പൈതൃകം നമ്മുടെ ഈ നഗരത്തിൽ ഉണ്ടായി വരുന്നത് എന്ന് പഠിക്കാൻ പറ്റും. യുദ്ധ സമയത്ത് മലബാറിൽ 1917 2ാം മലബാർ ജില്ലാ സമ്മേളനം നടക്കുന്നത് ഈ നഗരത്തിലാണ്. ആ സമ്മേളനത്തിന് അന്നത്തെ പത്രങ്ങൾ വിശേഷിപ്പിച്ചത് ടെന്നീസ് കോർട്ട് സമ്മേളനം എന്നാണ്. 1917 വരെയും അന്നത്തെ രാഷ്ട്രീയ യോഗങ്ങൾ ചേരുന്നത് മാനാഞ്ചിറ മൈതാനത്താണ്. ഈ മാനാഞ്ചിറ മൈതാനത്ത് യോഗം നിശ്ചയിച്ചപ്പോൾ ബ്രിട്ടീഷ് കളക്ടർ അവിടെ യോഗം കൂടാൻ പാടില്ല, ഇത് രാഷ്ട്രീയമാണ്, യുദ്ധസമയമാണ് എന്ന് പറഞ്ഞത് നിരോധിച്ചു. അപ്പോൾ KP രാമൻ മേനോൻ എന്ന് പറയുന്ന അന്നത്തെ കോൺഗ്രസ് നേതാവ് ഈ സമ്മേളനം നടത്താൻ സ്ഥലം നിഷേധിച്ചാൽ നിങ്ങൾ എന്റെ വീട്ടിലേക്ക് പോരൂ, എന്റെ ടെന്നീസ് കോർട്ടിൽ നമുക്ക് യോഗം കൂടാമെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ വസതിയിലെ, അദ്ദേഹം വലിയ വക്കീലാണ്, വക്കീലന്മാർ നല്ല സമ്പന്നരായി മാറിക്കൊണ്ടിരിക്കുന്ന സമയമാണ്, മധ്യവർഗത്തിന്റെ പ്രതിനിധിയാണ്. ഈ മധ്യവർഗം എങ്ങനെയാണ് ലീഡർഷിപ്പിലേക്ക് വരുന്നത് എന്ന് പഠിക്കാൻ രാമൻ മേനോനെ പഠിച്ചാൽ മതി. രാമൻ മേനോൻ ഈ സമ്മേളനത്തെ തന്റെ വീട്ടിലെ ടെന്നീസ് കോർട്ടിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ സമ്മേളനം നടക്കുന്നു. ആ സമ്മേളനത്തിൽ പുതിയ പുതിയ പ്രവണതകൾ ഉണ്ടാവുന്നു. ചെറുപ്പക്കാർ ധാരാളമായി വരുന്നു. അവർ പുതിയ പ്രമേയങ്ങൾ അവതരിപ്പിക്കുന്നു. മനുഷ്യന്റെ പട്ടിണിയും കുടിയാന്റെ സങ്കടങ്ങളും രാജ്യത്തെ ബ്രിട്ടീഷ് ഭരണവും ഒക്കെ ചർച്ചയാവുന്നു. ഒരു പുതിയ അവബോധം മലബാറിൽ ആദ്യമായി പ്രത്യക്ഷപ്പെടുന്ന ഈ സമ്മേളനത്തിലാണ്. അപ്പൊ ശൗര്യത്തോടു കൂടി ബ്രിട്ടീഷുകാരനെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു ടെന്നീസ് കോർട്ടിൽ യോഗം നടന്നുകൊണ്ട് അതിനെ ടെന്നീസ് കോർട്ട് സമ്മേളനം എന്നാണ് പറയുന്നത്. അതിനുശേഷം പിന്നീട് കോഴിക്കോട് നഗരത്തിൽ രാഷ്ട്രീയ സമ്മേളനങ്ങൾ അനുവദിച്ചില്ല. ഈ രാഷ്ട്രീയ സമ്മേളനം പിന്നീട് നടക്കുന്നത് ബീച്ചിലാണ്. 1917 മുതൽ 1947 വരെയും പിന്നീട് രാഷ്ട്രീയ സമ്മേളനം നഗരത്തിൽ അനുവദിച്ചിട്ടില്ല. 47 സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ആ ദിവസം ഓഗസ്റ്റ് 15-ന് ആനപ്പുറത്ത് വലിയ ഒരു ദേശീയ പടം വെച്ചുകൊണ്ട്, ഭാരതമാതാവിന്റെ പടവും വെച്ചുകൊണ്ട് നടത്തിയ ഒരു പ്രൊസഷൻ ആദ്യമായി ഈ മാനാഞ്ചിറ മൈതാനത്തേക്ക് പ്രവേശിച്ചുകൊണ്ടാണ് ആ രാഷ്ട്രീയ വേദി നാം തിരിച്ചു പിടിക്കുന്നത്. 1917 സമ്മേളനത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. കേരളത്തിൽ ഒരു സ്ഥലത്തും ജാതീയത കൊടികുത്തി വാഴുകയാണ്. വഴി നടക്കാൻ അവകാശമില്ല. നാമൊക്കെ പഠിച്ചു വെച്ചിരിക്കുന്നത് എന്താണ്? വൈക്കം സമരമാണ് കേരളത്തിൽ വഴി നടക്കാൻ വേണ്ടി നടന്നിട്ടുള്ള ആദ്യത്തെ സമരം എന്നാണ്. 1917 തളിക്ഷേത്ര റോഡിലൂടെ പ്രവേശിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വഴി നടക്കാനുള്ള നിരോധന പലകൾ നീക്കണമെന്ന് പറഞ്ഞ് ഈ സമ്മേളനത്തിൽ പ്രമേയം പാസാക്കി. ആ പ്രമേയം നടപ്പിലാക്കുന്നതിന് വേണ്ടി ശ്രീകൃഷ്ണനും മഞ്ചേരി രാമയ്യരും നിരോധന പലക പിഴുതെറിഞ്ഞ് ആ വഴിയിൽ കൂടി നടന്നുകൊണ്ട് ആദ്യത്തെ പരീക്ഷ. കേരളത്തിൽ, ഇന്ത്യയിൽ ഒരു സ്ഥലത്തും അങ്ങനെ പരീക്ഷ നടന്നിട്ടില്ല. ബ്രിട്ടീഷുകാരെ മാത്രം പുറത്താക്കിയ പോരാ, ഈ പിഴുതെറിയുന്നത് ജാതീയതയും കൂടിയാണ് എന്ന് തെളിയിച്ചതും ഇവിടെയാണ്. അതേ സമ്മേളന സമയത്താണ് ഈ ഞാൻ പറഞ്ഞ ആനി ഹാൾ ലോഡ്ജ് എന്ന് പറയുന്ന അവിടെ ഒരു മിശ്ര ഭോജനം സംഘടിപ്പിച്ചു. നമ്മൾ അതിനെ പന്തി ഭോജനമെന്നും സഹഭോജനമെന്നും ഇന്റർടൈനിങ് എന്നൊക്കെയാണ് പറയുക. ആ മിശ്രഭോജനം വളരെ പ്രാധാന്യമുണ്ട്. പറയനും പാണനും ക്രിസ്ത്യാനിയും ഹിന്ദുവും ബ്രാഹ്മണനും എല്ലാം മുസ്ലിമും ചേർന്നിരുന്നുകൊണ്ട് ആ ലോഡ്ജിന്റെ ഉള്ളിൽ ഒരു വലിയ സദ്യ നടന്നു. ആ സദ്യക്ക് നേതൃത്വം കൊടുത്തത് മഞ്ചേരി രാമയ്യരും ഈ സമ്മേളനത്തിൽ വന്ന ആളുകളുമാണ്.
ആ സമ്മേളനം വലിയൊരു വാർത്തയായി. അതുവരെ അങ്ങനെ ഒരു പൊതുസമ്മേളന മണ്ഡലത്തിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. ചിന്തിക്കാൻ വയ്യാത്ത കാര്യമാണ്. ഹോട്ടലുകളും റെയിൽവേകളും ഒക്കെ അവിടെയൊക്കെ മിശ്രഭോജനം നടക്കുന്നുണ്ടെങ്കിൽ പോലും സംഘടിതമായി രാജ്യത്തെ മാറ്റിയെടുക്കാൻ വേണ്ടി ഇങ്ങനെയും ഒരു ആയുധം ഉപയോഗിക്കാമെന്ന് പരിശോധിക്കുന്നതും ഈ കോഴിക്കോട്ടുകാരാണ്. അത് വ്യത്യസ്തമാക്കുകയാണ് നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തെ. പിന്നീട് അത് ഗൃഹസദസ്സുകളിലേക്കും മറ്റ് സ്ഥലങ്ങളിലേക്കും പരന്നുകൊണ്ട് നമ്മുടെ ഈ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഒരു സ്വഭാവം തന്നെ മാറി. അത് 924 വൈക്കം സത്യാഗ്രഹമായി മാറി. ഇതുപോലെ നിങ്ങൾക്ക് ജീവിതത്തിലെ തന്നെ തത്വങ്ങളാക്കി സ്വാതന്ത്ര്യ സമരത്തെ അനുഷ്ഠിക്കുന്ന ആളുകളെ കാണാൻ പറ്റും. ഒരാളുടെ പേര് ഹോം റൂൾ കോയ എന്നാണ്. പൊന്മാടത്ത് മൊയ്തീൻ കോയ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. വലിയ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്ത് ക്ഷയം ബാധിച്ച് മരിച്ച ഒരാളാണ് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പേ തന്നെ. അദ്ദേഹത്തിന്റെ പേര് ഹോം റൂൾ കോയ എന്നാണ്. ഹോം റൂൾ എന്ന് പറയുന്നത് ജീവിത ദർശനമാക്കി സ്വന്തം നാട്ടിലെ സാധനങ്ങൾ ഉപയോഗിച്ച് ഞങ്ങൾക്ക് സ്വയംഭരണം കിട്ടാൻ അർഹതയുണ്ടെന്ന് പറഞ്ഞ് അത് ജീവിതശീലമാക്കുന്ന ആൾക്കാർ. ഇതേ കാലത്താണ് വെള്ളവസ്ത്രം ധരിക്കുക. വെള്ളവസ്ത്രം ധരിച്ച് നാം പൊതുപ്രവർത്തകരായി മാറുക. 24 മണിക്കൂറും മുഴുവനും രാഷ്ട്രീയത്തിന് വേണ്ടി പ്രവർത്തനം നടത്തുന്ന ഫുൾ ടൈം രാഷ്ട്രീയ പ്രവർത്തകർ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ അങ്ങനെ? അത് എപ്പോഴാണ് ഉണ്ടായത്? ചുമരെഴുത്ത് എപ്പോഴാണ് ഉണ്ടായത്? പൊതുപ്രസംഗങ്ങൾ എപ്പോഴാണ് ഉണ്ടായത്? നാം എപ്പോഴാണ് മലയാളത്തിൽ പൊതുപ്രസംഗം നടത്താൻ തുടങ്ങിയത്? അതുവരെയൊക്കെ ഇംഗ്ലീഷിലാണ് പ്രസംഗിച്ചിരുന്നത്. സാധാരണക്കാരനോട് അവനെ കൂട്ടിയിരുത്തി അവന് ആശയം പറഞ്ഞു കൊടുക്കുക, അവനെ സമരപഠനാക്കി മാറ്റുക തുടങ്ങിയവയ്ക്കൊക്കെ തുടക്കമിട്ട ഒരു നാടാണ്. ആധുനിക രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും സാമൂഹ്യ പ്രസ്ഥാനങ്ങൾക്കും തിരികൊളുത്തിയ ഒരു നാടാണ് ഈ കോഴിക്കോട്ടെ ജനത എന്ന് പറയുന്നത്, നഗരം എന്ന് പറയുന്നത്. 930 നമ്മുടെ സിവിൽ നിയമലംഘന പ്രസ്ഥാനം നടക്കുന്ന സമയത്ത് ശ്രീനാരായണ ഗുരു തുടങ്ങി വെച്ച ശ്രീകണ്ഠേശ്വര ക്ഷേത്രം ആദ്യമായി SC/ST വിഭാഗക്കാർക്ക്, ദളിത വിഭാഗക്കാർക്ക് തുറന്നു കൊടുത്തുകൊണ്ടും ഒരു ചരിത്ര സംഭവം നമ്മുടെ ഈ കോഴിക്കോട് ഉണ്ടായിട്ടുണ്ട്. അത് ക്ഷേത്രപ്രവേശനം വിളംബരം വരുന്നതിന് മുമ്പാണ്. അങ്ങനെ സ്വാതന്ത്ര്യ സമരത്തിലെ നിരവധി മാതൃകകൾ ഈ കോഴിക്കോട് നഗരം നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഒരു പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം, സിവിൽ നിയമലംഘന പ്രസ്ഥാനം നടക്കുന്ന സമയത്ത് അവർ ഈ സ്വരാജ്യ ഉപ്പ്, കുറുക്കിയെടുക്കുന്ന ഉപ്പുണ്ട്, ആ സ്വരാജ്യ ഉപ്പ് വീട് വീടാന്തരം കൊണ്ട് നടന്ന് വിൽക്കുക. ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല, ഈ സന്ദേശം വീടുകളിലേക്ക് എത്തിക്കലാണ്. അതേപോലെ തന്നെ ഖിലാഫത്ത് സമരം നടക്കുന്ന സമയത്ത് അതിന് പണം സമാഹരിക്കുന്നതിന് വേണ്ടി കോഴിക്കോട് നഗരത്തിൽ ഖിലാഫത്ത് ഹോട്ടൽ തുടങ്ങി. ഈ ഹോട്ടലിലേക്ക് വരുന്ന ആളുകൾ ഭക്ഷണം കഴിക്കുന്നതോടൊപ്പം കഴിക്കുന്നത് സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ആശയം കൂടിയാണ്. അങ്ങനെ ജനങ്ങളെ മുഴുവൻ സമരസജ്ജരാക്കുന്നതിന് അന്ന് വരെ ഇന്ത്യയിൽ ഒരു സ്ഥലത്തും തുടങ്ങാത്ത രീതിയിൽ വലിയൊരു ബഹുജന പ്രക്ഷോഭം ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആദ്യകാല വിത്തുകൾ പാകുന്ന നഗരമാണ് ഈ കോഴിക്കോട്ടെ നഗരം എന്ന് പറയുന്നത്. നമ്മുടെ സ്വാതന്ത്ര്യ ഈ സിവിൽ നിയമലംഘന പ്രസ്ഥാന സമയം നടക്കുന്ന സമയത്ത് 928 ഇവിടെ മുതലക്കുളം എന്ന് പറയുന്ന സ്ഥലത്ത് നടന്നൊരു യോഗത്തിൽ ആരോ ഈ പ്രമേയങ്ങൾ അവതരിപ്പിക്കുമ്പോൾ എഴുന്നേറ്റ് എന്ന് പറഞ്ഞു അത്രേ, നമുക്ക് വേണ്ടത് പൂർണ്ണ സ്വാതന്ത്ര്യമാണ്. 927 ഈ പൂർണ്ണ സ്വാതന്ത്ര്യ പ്രമേയം വരുന്നതിന് മുമ്പേ തന്നെ. അപ്പോൾ നമ്മുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമ്മൾക്ക് മുഴുവനായി കിട്ടേണ്ട സ്വാതന്ത്ര്യമാണ്. ഭാഗികമായ സ്വാതന്ത്ര്യം കൊണ്ട് നമുക്ക് അതുകൊണ്ട് ഒന്നും നേടാനില്ല എന്ന് രാജ്യത്തോട് വിളിച്ചു പറയാനും നമ്മുടെ ഈ പ്രദേശത്തെ ആളുകളാണ് തയ്യാറായത് എന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും. ജനകീയ സമരത്തിന്റെ നിങ്ങൾക്കറിയാം, സിവിൽ നിയമലംഘന പ്രസ്ഥാന കാലത്ത് മറ്റൊരിടത്തും കാണാത്ത പോലെ പീപ്പിൾസ് ഹോസ്പിറ്റൽ അത് ഈ കോഴിക്കോട് നഗരത്തിലാണ് തുടങ്ങിയത്. അങ്ങനെ ഈ ജനകീയ പങ്കാളിത്തം, മതനിരപേക്ഷതയിൽ ഊന്നിയ എല്ലാ ആൾക്കാരെയും ഒരുമിച്ച് നിർത്തിയ ഒരു സമര ചരിത്രം തന്നെ ഈ നഗരത്തിന് നമുക്ക് പറഞ്ഞു തരാൻ പറ്റും. അത് നമ്മുടെ സാഹിത്യകൃതികളിലും എല്ലാ മേഖലയിലും നമുക്കത് കണ്ടെത്താൻ പറ്റും. ഞാൻ ഈ മദ്രാസിലെ ആർക്കൈവ്സിൽ പോയ സമയത്ത് ഫോർട്ട്നൈറ്റിലെ റിപ്പോർട്ട്സിൽ ഒരു വാർത്ത അവർ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് എഴുതിയിട്ടുണ്ട്. അത് രസകരമായിട്ടൊരു വാർത്തയാണ്. സിവിൽ നിയമലംഘന പ്രസ്ഥാനം നടക്കുന്ന സമയത്ത് അന്ന് നഗരത്തിലൊക്കെ ധാരാളം ഈ പോത്തുകളും എരുമകളും ഒക്കെ ഇങ്ങനെ അലഞ്ഞു നടക്കുന്ന സമയമാണ്. ഈ സൈമൺ ബഹിഷ്കരണ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി അതിനെതിരെ രാജ്യത്ത് പല സ്ഥലങ്ങളിലൊക്കെ സമരം നടക്കുന്നുണ്ടെങ്കിലും പോലീസുകാരുടെ നിയന്ത്രണം ഭയങ്കരമുണ്ട്. അപ്പൊ പോലീസുകാരനെ വെട്ടിച്ചുകൊണ്ട് ഈ സമരത്തെ പ്രചരിപ്പിക്കുന്നതിന് കോഴിക്കോട്ടുകാർ ഒരു പരിപാടി ചെയ്തു അത്രേ. വലിയ വീതിയുള്ള പുറമുള്ള ഈ എരുമയുടെ പുറത്ത് സൈമൺ ഗോ ബാക്ക് എന്ന് വെള്ള പെയിന്റ് വെച്ച് എഴുതി. ഈ എരുമയുണ്ടോ, അതിന് എവിടെ പോകണം എവിടെ പോകണ്ടെന്ന് അറിയില്ലല്ലോ. അത് പോലീസ് സ്റ്റേഷനിലേക്കും പൊതുനിരത്തിലേക്കും കടകളിലേക്കും ചന്തയിലേക്കും ഒക്കെ പോകുന്നു. ഈ എഴുതിയ വാക്ക് ജനങ്ങളെ മുഴുവൻ കാണിക്കുന്നു.
ഉടനെ തന്നെ പോലീസ് വന്ന് ഒരു ബക്കറ്റിൽ വെള്ളവും ഒരു ചകിരിയുമായി പോലീസുകാരൻ നിയോഗിക്കപ്പെട്ടു ഇതിനെ കഴുകി വൃത്തിയാക്കാൻ. ഈ പോലീസുകാരൻ വരും, ഇതിനെ കഴുകി വൃത്തിയാക്കും, അയാൾ തിരിച്ചു പോകും. കുറച്ചു കഴിഞ്ഞാൽ വീണ്ടും ഈ എരുമ പ്രത്യക്ഷപ്പെടും. അതിന്റെ പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട് സൈമൺ ഗോ ബാക്ക്. നമ്മുടെ സ്വാതന്ത്ര്യ സമരം എത്രമാത്രം ജനപങ്കാളിത്തത്തോടുകൂടി എത്ര സാഹസികമായിട്ടാണ് നമ്മുടെ പൊതുനിരത്തുകളിൽ നടന്നിരുന്നത് എന്ന് കണ്ടെത്താൻ ഇതിനേക്കാൾ വലിയ സൂചനകൾ വേണം. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക്, 1920 ഓഗസ്റ്റ് മാസം 18-ാം തീയതി ഈ നഗരത്തിൽ ഒരു ദിവസത്തേക്ക് മഹാത്മാഗാന്ധി സന്ദർശനത്തിൽ വന്നു. മലയാളത്തിലേക്ക് വന്ന ആദ്യ സന്ദർശനമാണ്. അന്ന് അദ്ദേഹത്തിന്റെ കൂടെ മുഹമ്മദ് അലിയും ഉണ്ട്, ആലി സഹോദരന്മാരിൽ. ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് ഒരു വേദിയിൽ, അന്നത്തെ വേദി ഇങ്ങനെയല്ല ഉണ്ടാക്കുക, ഒരു ഉയർന്ന പീഠമാണ്. ആ പീഠത്തിൽ ഇരുന്നു കൊണ്ടാണ് അവർ സംസാരിക്കുക. ആ പീഠത്തിൽ ഇവർ രണ്ടുപേരും മെയ്യോടൊരുമി രണ്ടുപേരും ചേർന്ന് നിന്നുകൊണ്ടാണ് പ്രസംഗം നടത്തിയത്. ആ പ്രസംഗം കേൾക്കാൻ മലബാറിലെ ഗ്രാമങ്ങളിൽ നിന്ന് ജനത ഒഴുകിയെത്തിയത്രേ. ജനക്കൂട്ടം നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തിയാണ് ക്രൗഡ്. ആ ക്രൗഡ് ഇത്ര വലിയൊരു ജനക്കൂട്ടം നഗരം കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത്. ആ ജനം തിരിച്ചു പോയത് ഈ ജനക്കൂട്ടത്തിന്റെ ശക്തി ഏറ്റെടുത്തുകൊണ്ടാണ്. ജനമാണ് ശക്തി. ബ്രിട്ടീഷുകാരെ നേരിടാൻ നാം ഒരുമിച്ചാൽ മതി. അതിന് ഹിന്ദു മുസ്ലിം മൈത്രിയാണ് പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ്. എന്റെ പ്രിയപ്പെട്ട കേൾവിക്കാരെ, നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ വിജയവും ആ ക്രൗഡായിരുന്നു. ആ ജനക്കൂട്ടത്തെ ആദ്യമായി നിർമ്മിച്ചെടുത്തുകൊണ്ട് സ്വാതന്ത്ര്യ സമരത്തെ അത്യുജ്വലമാക്കിയ പാരമ്പര്യമാണ് കോഴിക്കോടിന്റെ ഈ സമര പൈതൃകം എന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും. തീർച്ചയായും കോഴിക്കോടൻ പ്രതിരോധങ്ങൾ, സാമ്രാജ്യ വിരുദ്ധ പോരാട്ടങ്ങളെ കുറിച്ച് നമ്മൾ കേട്ടു. നമ്മുടെ സമയം ഏറെ വൈകിയിരിക്കുന്നു. ഒരു ചോദ്യം കൂടി ചോദിക്കാനുള്ള ഒരു സ്കോപ്പ് ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായും ഈ സാമ്രാജ്യ വിരുദ്ധ പോരാട്ടങ്ങളുമൊക്കെ ആയിട്ട് നിൽക്കുന്ന കോഴിക്കോട് നഗരം, ആ സമയത്ത് അതിൻ്റെ ഒരു മറുവശം കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അതായത് നഗര ജീവിതം അത് എങ്ങനെയായിരുന്നു എന്നുള്ളത് ഒരു ചോദ്യം ആയിട്ട് വരികയാണ്. അപ്പൊ ആ കാലഘട്ടത്തില് പ്രത്യേകിച്ചിട്ടും അന്നത്തെ ജനജീവിതം, ഒരു നഗരത്തിൻ്റെതായിട്ടുള്ള ലീഷർ, ഇപ്പൊ നേരത്തെ സാറ് സൂചിപ്പിക്കണ്ടേ കോസ്മോപോളിറ്റനിസം എന്നൊക്കെ പറഞ്ഞു, അത്തരത്തിലുള്ള ഒരു കോഴിക്കോടൻ ഡെയിലി ലൈഫ് എങ്ങനെയായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു വസിഷ് സാറിന് നമ്മോട് പറയാനായിട്ട് കഴിയും. ബ്രിട്ടീഷ് പീരീഡിലെ കൾച്ചറൽ ലൈഫ് നമുക്ക് ആർക്കൈവ്സ് രേഖകളിലൂടെ പുനർനിർമ്മിക്കാൻ സാധിക്കും. കോഴിക്കോട് ആധുനികവൽക്കരിക്കപ്പെടുന്നത്, ആധുനിക പരമ്പരാഗത സാമൂഹ്യ വ്യവസ്ഥയിൽ നിന്ന് ആധുനിക സാമൂഹ്യ വ്യവസ്ഥയിലേക്ക് മാറുന്നത്, അല്ലെങ്കിൽ അതിന് മാറ്റത്തിന് പശ്ചാത്തലം ഒരുക്കുന്നത് ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ സ്ഥാപനമാണ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് നമ്മൾ കാണുന്നത് അതിന് മുമ്പുള്ള പരമ്പരാഗത കേരളീയ സമൂഹത്തിൽ നിന്ന് വ്യത്യസ്തമായി ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ നമ്മൾ കോഴിക്കോട്ട് കാണുന്നത് ഈ പൊതു ഇടങ്ങൾ, അടച്ചിട്ട സ്ഥലങ്ങളല്ല, എല്ലാവർക്കും ജാതി മത ലിംഗ വർഗ വർണ്ണഭേദമന്യേ വന്ന് ഇടപെടാവുന്ന പൊതു ഇടങ്ങൾ രൂപം കൊള്ളുന്നു എന്നുള്ളതാണ്. അത് സ്റ്റേറ്റിൻ്റെ സപ്പോർട്ടോടു കൂടിയാണ്. പബ്ലിക് അതോറിറ്റിയാണ് സ്റ്റേറ്റിൻ്റെ സ്പോൺസർഷിപ്പിലാണ് ഈ പബ്ലിക് പ്ലേസസ്, പൊതു ഇടങ്ങൾ രൂപം കൊള്ളുന്നത്. ഈ പൊതു ഇടങ്ങൾ ഇപ്പം കോഴിക്കോട്ടെ രണ്ട് പ്രധാനപ്പെട്ട പബ്ലിക് പ്ലേസസ് ബ്രിട്ടീഷ് പീരീഡിൽ, ഒന്ന് വെസ്റ്റിൽ മൈതാനവും രണ്ട് മാനാഞ്ചിറ മൈതാനവുമാണ്. ഈ വെസ്റ്റിൽ മൈതാനത്ത് അത് പലപ്പോഴും ബാരക്സ്, തൊട്ടപ്പുറത്താണ് ബാരക്സ് ഉള്ളത്. ബാരക്സിലെ പട്ടാളക്കാരുടെ കായിക വിനോദങ്ങൾക്ക് ഉപയോഗിക്കുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ് വെസ്റ്റിൽ മൈതാനം. 1877 വിക്ടോറിയ രാജ്ഞിയുടെ സിംഹാസനാരോഹണ ചടങ്ങിൻ്റെ ഒരു സെലിബ്രേഷൻസ് കോഴിക്കോട്ട് നടക്കുകയുണ്ടായി. അത് ഡൽഹി ദർബാർ, ആദ്യത്തെ ഡൽഹി ദർബാർ, അത് 1877 ജാനുവരി 2-ാം തീയതി കോഴിക്കോട്ട് വെസ്റ്റിൽ മൈതാനത്ത് നിരവധി കായിക മത്സരങ്ങൾ സംഘടിപ്പിക്കപ്പെടുന്നു. അപ്പോൾ ഈ 19-ാം നൂറ്റാണ്ടിൻ്റെ 2-ാം പകുതിയിൽ തന്നെ യൂറോപ്യൻ കായിക വിനോദങ്ങൾ കോഴിക്കോട്ട്, ഇന്ത്യയിലും കോഴിക്കോട്ടും ഒക്കെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു സവിശേഷമായ കാര്യം, നമ്മൾ ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പ് നമുക്ക് ഇവിടെ ഉണ്ടായിരുന്ന ഒരു കായിക വിനോദങ്ങൾ എന്ന് വിളിക്കാൻ പറ്റാവുന്നത് ഒന്ന് ഗുസ്തിയും ഈ പകിടകളിയുമാണ്. ബ്രിട്ടീഷുകാരാണ് നമുക്ക് പുതിയ സ്പോർട്സ് മുഴുവൻ പരിചയപ്പെടുത്തിയത്.
ക്രിക്കറ്റ്, ഫുട്ബോള്, ഹോക്കി, ടെന്നീസ്, ബാസ്കറ്റ് ബോള്, വോളിബോള്. ബാസ്കറ്റ് ബോളൊന്നും ബ്രിട്ടീഷ് ഒറിജിനല്ല, അമേരിക്കൻ ഒറിജിനാണ്. പക്ഷേ ബ്രിട്ടീഷ് പട്ടാളക്കാർ വഴിയാണ് കോഴിക്കോട്ടേക്ക് വരുന്നത്. അപ്പോൾ ഇത് കളിക്കുന്ന സ്ഥലങ്ങൾ ഈ പൊതു ഇടങ്ങളായിട്ട് രൂപം കൊള്ളുന്നു. വേറൊരു പ്രത്യേകത നമ്മൾ 19-ാം നൂറ്റാണ്ടിലും 20-ാം നൂറ്റാണ്ടിലും കാണുന്നത് കോഴിക്കോട്ട് ബാസൽ മിഷനറിമാർ സ്ഥാപിച്ച നിരവധി സ്കൂളുകൾ ഉണ്ട്. ഇവിടെ 2 കോളേജുണ്ട്. ഒന്ന് ബാസൽ മിഷൻ്റെ കോളേജുണ്ട്, ഒന്ന് സാമൂര്യൻസ് കോളേജുണ്ട്. അവിടെയൊക്കെ യൂറോപ്യൻ കായിക രൂപങ്ങൾ വരുന്നുണ്ട്. അതിനെ നമ്മുടെ തദ്ദേശവാസികൾ ഏറ്റെടുക്കുകയും ചെയ്യുന്നു. ഒരു ഭാഗത്ത് നമ്മൾ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ നമ്മൾ സംഘടിക്കുമ്പോൾ സമരങ്ങൾ നടത്തുന്ന അതേ സ്റ്റേജിൽ തന്നെ യൂറോപ്യൻ കായിക രൂപങ്ങൾ നമ്മൾ 2 കൈയും നീട്ടി സ്വീകരിക്കുന്ന ഒരു കാഴ്ചയും കാണാം. വെസ്റ്റേൺ ലൈഫിനെ നമ്മൾ അഡോപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതിൻ്റെ കാഴ്ചയും കാണാം. ഫോർ എക്സാമ്പിൾ കോസ്മോപൊളിറ്റൻ ക്ലബ്ബ് 1898 ബീച്ച് ഹോട്ടലിലെ യൂറോപ്യൻ ക്ലബിന് ബദലായിട്ട് രൂപം കൊണ്ടതാണ്. 1913 ശ്രീനാരായണ ഗുരു രണ്ടാമതും കോഴിക്കോട് എത്തിയപ്പോൾ, 1910 പ്രതിഷ്ഠയ്ക്ക് ശേഷം കോഴിക്കോട് എത്തിയപ്പോൾ അദ്ദേഹം അന്നത്തെ പ്രശസ്തനായ മിതവാദി സി കൃഷ്ണന്റെ പാറൻ ഹാളിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോയി അവിടുത്തെ SNDP ക്ലബിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോവുകയും ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇത്തരത്തിലുള്ള ക്ലബ്ബുകൾ ആവശ്യമാണ് എന്നതാണ്. അപ്പോൾ ഡെയിലി ലൈഫ് എന്ന് പറയുന്നത് ബ്രിട്ടീഷ് പീരീഡിൽ, ഞാൻ ഒറ്റ ചുരുക്കി പറയുകയാണെങ്കിൽ ബ്രിട്ടീഷ് പീരീഡിൽ ഇവിടെ ഒരു ശക്തമായ ഒരു മധ്യവർഗം രൂപം കൊള്ളുന്നുണ്ട്. ഡോക്ടർ ശിവദാസ് അതിനെക്കുറിച്ച് പറഞ്ഞു. ഈ മധ്യവർഗം എന്ന് പറയുന്നത് 17-ാം നൂറ്റാണ്ട് മുതൽ ഇംഗ്ലണ്ടിൽ ഉപയോഗിക്കുന്ന ഒരു ടേമാണ്. അരിസ്ട്രോക്രാറ്റ്സിന് താഴത്തും വർക്കിംഗ് ക്ലാസ്സിന് മുകളിലുള്ള ഒരു വിഭാഗമാണ് മധ്യവർഗം. വിവിധ ശ്രേണിയിലുള്ള സർക്കാർ ഉദ്യോഗസ്ഥർ, അഭിഭാഷകർ, പത്രപ്രവർത്തകർ, അധ്യാപകർ ഒക്കെ ഉൾപ്പെട്ട ഒരു മധ്യവർഗം. അവരുടെ വിനോദ വിശ്രമ സമയം ചെലവാക്കാനായിട്ട് നഗരമധ്യത്തില് ഉൽപാദനക്ഷമമല്ലാത്ത സ്ഥലങ്ങൾ രൂപം കൊണ്ടു. അതാണ് ഈ പൊതു ഇടങ്ങളായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അതിലൊന്നാണ് മാനാഞ്ചിറ മൈതാനം. ഈ ആർക്കൈവ്സിൽ മാനാഞ്ചിറ ഫൈൽസ് എന്ന് പറയുന്ന ഒരു ഫൈൽസ് തന്നെയുണ്ട്. അതിൽ മാനാഞ്ചിറ മൈതാനം ആർക്കൊക്കെയാണ് അവകാശം, ആർക്കൊക്കെയാണ് ഉപയോഗിക്കാൻ അധികാരമുള്ളത് എന്നതിനെ കുറിച്ചാണ് തർക്കങ്ങളാണ് അതിനകത്ത് നടക്കുന്നത്. അപ്പോൾ ഈ മധ്യവർഗം ഇവിടെ വളരെ പ്രബലമായിരുന്നു. ഈ ബ്രിട്ടീഷ് ഭരണകാലത്ത് കോഴിക്കോട്ടെ മധ്യവർഗമാണ് ഈ കോഴിക്കോട്ടിൻ്റെ ചരിത്രത്തെ ചലിപ്പിക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചത്. അതിൽ തന്നെ നമ്മൾ തീയ സമൂഹത്തിൻ്റെ ഒരു സാന്നിധ്യം നമ്മൾ ശ്രദ്ധേയമായിട്ട് നമുക്ക് കാണാം. ബ്രിട്ടീഷ് ഭരണത്തിന് മുമ്പ് തീണ്ടൽ സമുദായമെന്നോ അവശ്യ സമുദായമെന്നോ കീഴ്ജാതിക്കാരെന്നോ ഒക്കെ മുദ്ര കുത്തപ്പെട്ടിരുന്ന തീയ സമൂഹം ബ്രിട്ടീഷ് ഭരണകൂടം തുറന്നു വെച്ച അവസരങ്ങൾ മുതലെടുത്തുകൊണ്ട് മുന്നേറുന്ന ഒരു കാഴ്ച നമുക്ക് കാണാവുന്നതാണ്. തീർച്ചയായിട്ടും കോഴിക്കോടൻ ചരിത്രത്തിലേക്ക് നമ്മൾ സംസാരിച്ചു തുടങ്ങുമ്പോൾ പലപ്പോഴും നിർത്താൻ കഴിയില്ല. കാരണം അത്രയും വലിയൊരു ചരിത്രത്തെക്കുറിച്ചും ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളും നമ്മൾക്ക് ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്നാൽ ഇവിടെ നമ്മുടെ സമയപരിമിതി മൂലം ചർച്ച ഇടയ്ക്ക് വെച്ച് നിർത്തുകയാണ്. ഇത് ചർച്ച കഴിഞ്ഞിട്ടില്ല, പക്ഷെ നമ്മൾ നിർത്തുവാൻ നിർബന്ധിതരായിരിക്കുകയാണ്. അപ്പം ശ്രോതാക്കളുടെ ഭാഗത്തു നിന്നും ഏതെങ്കിലും തരത്തിലുള്ള ചോദ്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ അത് അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഇത് നിർത്താമെന്ന് വിചാരിക്കുന്നു. സോ ഓവർ ടു യു. നിങ്ങളുടെ സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ചോദ്യം ദീർഘമായിട്ടുള്ള ചോദ്യമല്ല. ശിവദാസൻ സാർ പറഞ്ഞ പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയി. അതിൻ്റെ ഒരു മറ്റൊരു അതിൻ്റെ സോഴ്സസ് എവിടെ കിട്ടും എന്നുള്ളത് ഞാൻ സാറിനോട് നേരിട്ട് അന്വേഷിക്കാം. ഈ ചാലിയം ഫോർട്ടും വാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഈ വാൾട്ടർ ബെന്യമിൻ പറയുന്ന ഹിസ്റ്ററിയെ കുറിച്ചുള്ളൊരു നമ്മൾ ഡേഞ്ചറിൻ്റെ മൊമെന്റിൽ ഗ്രാഫ് ചെയ്യേണ്ടതാണ് ഹിസ്റ്ററി എന്ന് പറയുന്ന സംഗതി. അത് ഇന്നത്തെ ഇന്ത്യൻ കണ്ടീഷനകത്ത് ഈ ചാലിയം വാറും
ആ ഫോർട്ടിൻ്റെ നിർമ്മാണവും പിന്നെ അതിൻ്റെ ഒരു ആ സൈനിക നീക്കം മറ്റു കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് അറിയില്ല. നമ്മളതിൻ്റെ സോഴ്സസ് എങ്ങനെയാണ് ഈ പോർച്ചുഗീസുകാരുടെ വലിയ കപ്പലുകളെ നമ്മുടെ മരക്കാന്മാരുടെ ചെറിയ തോണികൾ പോയി എങ്ങനെ ആക്രമിച്ചിരുന്നു, അത്തരം ഡീറ്റെയിൽസ് കിട്ടുന്ന സോഴ്സസ് ഉണ്ടോ എന്നുള്ളത് അറിയേണ്ടത് ഒരു കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ ഈ മേസൺറി ലൈക്ക് ഈ ആനിബസിന്റെ സൊസൈറ്റിയെ പോലുള്ള ചാരസംഘങ്ങൾ, സാമ്രാജ്യത്തിൻ്റെ ചാരസംഘങ്ങൾ എങ്ങനെയാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്, അത് ഡീറ്റെയിൽസ് നമുക്ക് എവിടെ നിന്ന് കിട്ടും, ഇത്രയും അറിയാം. നമ്മുടെ ഈ ചാരസംഘങ്ങൾ എന്ന് പറയുമ്പോൾ അവർ മുതലാളിത്ത സംഘങ്ങളാണ്. അവർക്ക് മുതലാളിത്തത്തിൽ അവരുടെ നിക്ഷേപമാണ് അവർക്ക് പ്രധാനപ്പെട്ടത്, അതിന്റെ സുരക്ഷിതത്വവും ലാഭവും. അപ്പോൾ അതിനു വേണ്ടിയിട്ട് അവർ തന്നെ ഫിനാൻസ് ചെയ്യാണ്. ആ ഫിനാൻസ് ചെയ്യുന്നതിന്റെ ഭാഗമായി ഇങ്ങനത്തെ സംഘങ്ങൾക്ക് അവരിൽ നിന്നാണ് പണം എത്തുന്നത്. അപ്പോൾ അതിങ്ങനെ മഷ്റൂമിംഗ് ആണ്. കേരളത്തിന്റെ എല്ലാ നഗരങ്ങളിലും ഒരേപോലെ ഈ YMCA, YMIA, അതേപോലെ തന്നെ റെഡ് ക്രോസ്, യങ് മെൻ ഇന്ത്യൻ അസോസിയേഷൻ, അങ്ങനെ പല സംഘങ്ങൾ നമുക്ക് പടർന്ന് കാണാൻ പറ്റും. ചിലതിനൊക്കെ ബോർഡ് ഉണ്ട്, ചിലതിന് നമുക്ക് ബോർഡ് കാണില്ല. കാരണം വളരെ രഹസ്യമാണ്. അതിലെ മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് വലിയ തുക കൊടുത്താലേ അതിന് മെമ്പർഷിപ്പ് കിട്ടുള്ളൂ. അത് മുതലാളിത്തത്തിന്റെ ഒരു ഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള സംഘങ്ങൾ. ആ സംഘങ്ങൾ ഒരു കാലത്ത് യൂറോപ്യന്മാർക്ക് മാത്രമായിരുന്നു പ്രവേശനം. ബട്ട് ഇൻ കോഴ്സ് ഓഫ് ടൈം, എസ്പെഷ്യലി ആഫ്റ്റർ ദ ബോർ വാർ, British and the colonialists and investors understood that we need the support of Indian middle class and the upper classes. അവർക്കും ഇതിൽ മെമ്പർഷിപ്പ് കൊടുക്കാൻ തുടങ്ങി. So they began to work together for the protection of the interest of British Empire. അത് 1900 ശേഷം. അപ്പൊ നമുക്ക് ക്രമേണ ഭൂപ്രഭുക്കന്മാരും അപ്പർ മിഡിൽ ക്ലാസ്സും സ്വാതന്ത്ര്യ സമരത്തിൽ നിന്ന് പിൻവലിയുന്നതും സാധാരണ ജനങ്ങൾ മുമ്പിലേക്ക് വരുന്നതും നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇതിന് ഈ ബ്രിട്ടീഷ് സാമ്രാജ്യത്വവും ഇംപീരിയലിസവും എങ്ങനെയാണ് 1900 ശേഷം വർക്ക് ചെയ്യുന്നത് എന്ന് പഠിച്ചാൽ മതി. അതിൽ പല സംഘങ്ങളിലേക്കും നമുക്ക് ഫ്രീമേസൺസ് എന്ന് പറഞ്ഞ കുറെ ക്ലബ്ബുകളുണ്ട്. ആ ഫ്രീമേസൺസ് എല്ലായിടത്തും ഉണ്ട്. ചിലപ്പോൾ അവർക്ക് ബിൽഡിംഗ് ഒന്നും കാണില്ല, അവർ ഏതെങ്കിലും വീട്ടിലായിരിക്കും അവർ യോഗം ചേർന്നത്. കൊല്ലം ജില്ലയിൽ ഇങ്ങനെ യോഗം ചേർന്നിട്ട് അവരെല്ലാ ഒരു പ്രത്യേക ഗൗണൊക്കെ ഇട്ടിട്ട് വൈകുന്നേരങ്ങളിൽ തീ കൂട്ടി കത്തിച്ച് അതിന്റെ ചുറ്റും ബ്രിട്ടീഷുകാരും ഇന്ത്യക്കാരും ചേർന്ന് ഡാൻസ് കളിക്കും. അപ്പൊ അതിനെ സാധാരണക്കാരായ ആളുകൾ വിളിച്ചിരുന്ന പേര് തീവെട്ടിക്കൊള്ളി സഭ എന്നാണ്. അപ്പൊ ഇതൊന്നും നമ്മളുടെ ഈ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമല്ലാത്തല്ല, ഇതൊക്കെ ഇതിന്റെ ഭാഗമാണ്. ഒരു പ്രത്യേക കൾച്ചർ ഉണ്ടാക്കി. ആര്യൻ സിദ്ധാന്തം പറഞ്ഞതുപോലെ തന്നെ പണമുള്ളവൻ ഒന്നാണ്, പണമില്ലാത്തവൻ മറ്റൊന്നാണ്. ഈ ഒരു ക്ലാസ് എന്ന് പറയുന്നത് കൃത്യമായിട്ടും വർക്ക് ചെയ്യുന്നത് നമുക്ക് കണ്ടെത്താൻ പറ്റും. 1571 ചാലിയം യുദ്ധത്തിനെ സംബന്ധിച്ച് നമുക്ക് അറബ് സോഴ്സസ് നമുക്ക് ധാരാളം കിട്ടും. ഷെയ്ഖ് സൈനുദ്ദീനും അവരൊക്കെ അവതരിപ്പിക്കുന്ന ആ പുതിയ തരത്തിലുള്ള പ്രതിരോധം ഇതിന്റെ ഭാഗമായിട്ടുണ്ടാവുന്നതാണ്. നമുക്ക് ഇപ്പോഴും നമുക്ക് കാണാൻ പറ്റും. ചാലിയം കോട്ട തകർത്തതിന് ശേഷം അതിന്റെ കല്ലുകൾ ഉപയോഗിച്ചിട്ടാണ് മറ്റ് പള്ളികളും മറ്റുണ്ടായതെന്നും ഇപ്പോഴും ആ കോട്ടയുടെ അവശിഷ്ടങ്ങൾ അവിടെ ഉണ്ട് എന്നും നമുക്ക് കണ്ടെത്താൻ പറ്റും. അറബ് സോഴ്സുകളിൽ നിന്നാണ് മനുഷ്യന്റെ ജീവിതം വഴിമുട്ടി പെൺകുട്ടികളെ പിടിച്ചു കൊണ്ടുപോവുക, കൊള്ളയടിക്കുക പോർച്ചുഗീസുകാർ വന്നിട്ട്. ഫത്തുൽ മുഈനെ പോലെയുള്ള കൃതികൾ അത് സഹിക്കവയ്യാതായി ജനങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഇല്ലാതാക്കിയ ഒരു കോട്ടയാണ് ഈ ചാലിയം കോട്ട. ഇവിടെ നിന്ന് വിട്ടോടേണ്ടി വന്നു പോർച്ചുഗീസുകാർക്ക്. അവർ നേരെ പോയത് കൊച്ചിയിലേക്കാണ്, പിന്നീട് അവിടെ താവളമാക്കി. അപ്പൊ നമുക്ക് ആ പാരമ്പര്യം ഉണ്ടല്ലോ, ഇവിടെ നിന്ന് അടിച്ചോടിച്ച പാരമ്പര്യം നമുക്കുണ്ട്. അത് നമ്മൾ 47 വരെയും നമ്മൾ പിന്തുടർന്നിട്ടുണ്ട്. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യമാണ് പരമപ്രധാനം എന്ന് വിചാരിച്ചിരുന്നവരാണ് കോഴിക്കോട്ടുകാർ. തീർച്ചയായും ഈ ഒരു ഡിസ്കഷൻ ഇവിടെ അറേഞ്ച് ചെയ്ത ആർട്സ് കോളേജിന്റെ ഈ ഒരു KLFന്റെ സംഘാടകരോടുള്ള നന്ദി ഇവിടെ അറിയിച്ചുകൊണ്ട് ഈ ചർച്ച ഇവിടെ അവസാനിച്ചതായി അറിയിക്കുന്നു. താങ്ക് യു.